സിനിമയുടെ തുടക്കം തന്നെ സിയാറാന് സുഹാൻ ഒരു ഗിഫ്റ്റ് കൊടുത്തിരുന്നില്ലേ, അതൊരു പെയിൻറ്റിങ് ആയിരുന്നു. ആ പെയിൻറ്റിങ് അവൾ പൊട്ടിച്ച് നോക്കി അത് അവളുടെ ഹോളിൽ തന്നെ വെച്ചിട്ട് അതിലേക്ക് തന്നെ ആ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പെയിൻറ്റിംഗ് എന്ന് വെച്ചാൽ എക്സാക്റ്റ് സിയാറാനെ പോലെ ഉള്ളതായിരുന്നേ. സിയാറ ഭയങ്കര സങ്കടത്തോടുകൂടിയ പെയിൻറ്റിങ് ഇങ്ങനെ നോക്കിയിരിക്കണം കണ്ടിട്ട് തൊട്ട് മോളിൽ നിന്ന് യാൻഫേ അത് കാണുന്നുണ്ട്. യാൻഫയും വളരെ സങ്കടത്തോടുകൂടി സിയാറാനെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അവിടെ ലില്ലിയാണെങ്കിൽ അവളുടെ ബെഡിൽ കിടന്നിട്ട് അവൾക്ക് ഉറക്കം വരുന്നേ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നിങ്ങൾ പറഞ്ഞില്ല ലേക്ക് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണ് എന്നൊക്കെ. ലില്ലിക്ക് ഉറക്കം വരാതെ അവൾ അത് തന്നെ ആലോചിച്ച് കിടക്കുകയാണ്. അവളിങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ലേക്ക് ഇഷ്ടപ്പെട്ട പെണ്ണോ, അതാരായിരിക്കും, എങ്ങനെ ഞാനതൊന്ന് കണ്ടുപിടിക്കുക, എങ്ങനെ ഇപ്പോൾ മനസ്സിലാക്കാന്നൊക്കെ ടെൻഷൻ അടിച്ച് അങ്ങനെ കിടക്കുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം സിയാറാം അങ്ങനെ ഇരിക്കും സോഫയിൽ. അപ്പോൾ യാൻഫേ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഫുഡ് റെഡി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടുകൂടി സിയാറാൻ അത് കൊണ്ടു കൊടുക്കുമ്പോൾ സിയാറാം ഇത്തിരി ഗൗരവത്തിൽ തന്നെയാണ്. അവളുടെ സ്വഭാവം അതാണല്ല, അവൾ ഭയങ്കര ഗൗരവത്തിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അവളുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. അതാരാ നോക്കുമ്പോൾ അത് സുഹാനായിരുന്നു. അത് കാണുമ്പോൾ തന്നെ യാൻഫയുടെ എല്ലാ മൂടും പോയി. യാൻഫയെ നോക്കുമ്പോൾ തന്നെ സിയാറാം അത് വേഗം എടുത്തിട്ട് അത് അറ്റൻഡ് ചെയ്തിട്ട് ഹലോ പറയുന്നുണ്ട്. അപ്പോൾ യാൻഫേ എന്താ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് ആ ഫോണിനോട് അടുത്തേക്ക് ചേർന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് സുഹാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ചൈനയിൽ അയാൾ ഇപ്പോൾ ഒരു എക്സിബിഷൻ നടത്താൻ പോകുന്നുണ്ട്. അയാളുടെ സ്വന്തമായിട്ട് അയാളുടെ പെയിൻറ്റിങ്സ് ഒക്കെ വെച്ചിട്ട് ഒരു എക്സിബിഷൻ ചൈനയിൽ റീസെൻ്റായിട്ട് നടത്താൻ പോകുന്നുണ്ട്. അതിന് സിയാറാൻ വരണം, എനിക്ക് സിയാറാൻ അത് കാണിക്കണം എന്നുണ്ട് എന്നൊക്കെയാണ് സുഹാൻ പറയുന്നത്. അത് കേട്ടിട്ട് യാൻഫേ വേഗം ഫോൺ തട്ടിപ്പറിച്ചിട്ട് ആ ഫോൺ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അത് സിയാറാൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ, നീ ഇപ്പം എന്തിനാ അത് കട്ട് ചെയ്ത് ആ ഫോൺ ഇങ്ങോട്ട് താന്ന് പറയുമ്പോൾ യാൻഫേ അത് പൊക്കി പിടിച്ചിട്ട് ഇല്ല ഞാൻ അത് തരില്ല, നീ അവനെ കാണാൻ പോകണ്ട, നിനക്കിപ്പോൾ ടൈം ഒന്നുമില്ല എന്ന് പറയും. അത് കേട്ടിട്ട് സിയാറ അത് പറയാൻ നീ ആരാ, ഞാനല്ല തീരുമാനിക്കാൻ ഞാൻ പോണോ വേണ്ടേന്ന് എന്ന് പറയുമ്പോൾ യാൻഫേ പറയണേ അല്ലെങ്കിൽ നിനക്ക് ഒട്ടും ടൈമില്ലല്ലോ, എന്ത് ചെയ്യാനും നിനക്ക് ടൈമില്ല, എല്ലാ നേരം വാക്കെന്ന് പറഞ്ഞാൽ നടക്കാം, ഇവനെ കാണാൻ മാത്രം പോകാൻ നിനക്ക് ടൈമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നീ മര്യാദ ആ ഫോൺ ഇങ്ങോട്ട് തന്നോ എന്ന് പറയുമ്പോൾ യാൻഫേ പറയാണ് അങ്ങനെയാണെങ്കിൽ നീ അവനെ കാണാൻ പോകുന്നുണ്ടെന്ന് വെച്ചാൽ പിന്നെ ഈ വീട്ടിലേക്ക് തിരിച്ചു വരണ്ട എന്ന് പറയും. കേട്ടിട്ട് സിയാറ ഇത്തിരി അഹങ്കാരത്തോടുകൂടി കൈ കെട്ടിയൊക്കെ നിന്നിട്ട് പറയാണ് അതിനിത് എൻ്റെ വീടാ, എൻ്റെ വീട്ടിലേക്ക് വരണ്ടെന്ന് പറയാ, നീ ആരാ എന്ന് ചോദിക്കുമ്പോൾ തന്നെ യാൻഫയ്ക്ക് ഭയങ്കര സങ്കടമാവും കേട്ടോ. അതിന് ഭയങ്കര സങ്കടത്തോടുകൂടി ഫോൺ അവിടെ വെച്ചിട്ട് എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ പൊക്കോളാം, ഞാൻ അവിടെ നിന്ന് പോയാൽ എല്ലാം ശരിയാവൂലേ, നീ ആരൊപ്പം വേണമെങ്കിലും പൊക്കോ, ഞാൻ ഇനി ഈ വീട്ടിൽ നിൽക്കൂല എന്ന് പറഞ്ഞിട്ട് യാൻഫൈ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. പിന്നെ ലെമൺ കമ്പനിയിലാണ് കാണിക്കുന്നത്. ലെമൺ കമ്പനിയിൽ ഡിങ് ഡോങ് ലില്ലിയും കൂടി പുറത്ത് പോയി എന്തോ ഒക്കെ വാങ്ങി കയ്യിൽ നിറച്ച് കിറ്റായിട്ടാണ് വരുന്നത്. അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ നിങ്ങളും ലയം കൂടി പുറത്തേക്ക് വരുന്നത് കണ്ടിട്ട് ലില്ലി ചോദിക്കുകയാണ് നിങ്ങൾ എങ്ങോട്ടാ പോണേ, എവിടെയൊക്കെ ഇപ്പോൾ പോകാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ലെമൺ ഒരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് പോവാണ്, നീ ഇവിടെ തന്നെ ഇരിക്കുക, എൻ്റെ മീറ്റിംഗ് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ നിന്നെ വന്ന് പിക്ക് ചെയ്തോളാം എന്നൊക്കെ പറയുന്നു. അപ്പോൾ ലില്ലി ഇത്തിരി വിഷമത്തോടുകൂടി എന്നൊക്കെ പറയുന്നുണ്ട്. ആൾക്ക് ഇത്തിരി കുശുമ്പായി തുടങ്ങി. ഇങ്ങനെ നോക്കിയിട്ട് സിയാറാൻ പറയാണ് ഞാൻ നിങ്ങൾക്ക് മിൽക്ക് ടീ വാങ്ങിയിട്ടുണ്ട്, എന്നാ ഇത് കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു മിൽക്ക് ടീ എടുത്തിട്ട് ഇങ്ങനെ നേരെ നീട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്തോ പറയാനായിട്ട് മടിച്ച് നിൽക്കുമ്പോൾ ലേ പറയാണ് അവൾ ഐസ് ഇട്ട് ഡ്രിങ്ക്സ് ഒന്നും കുടിക്കൂല, ഇതൊന്നും കുടിക്കൂല എന്ന് പറയുന്നു. ലില്ലിക്ക് ആകെ സങ്കടമാവുന്നു. കാരണം ലേക്ക് അവളെക്കുറിച്ച് എല്ലാം അറിയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിങ്ങും ലയം കൂടി പുറത്തേക്ക് പോകുമ്പോൾ ലില്ലി അവരെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ലില്ലി ഒരു കാര്യം ശ്രദ്ധിച്ചത്, നിങ്ങിൻ്റെ മുടിയിലിടുന്ന റിബൺ എവിടെയോ കണ്ട് മറന്ന പോലെ. അങ്ങനെയാണ് അവൾ ആലോചിക്കുന്നത്. എൻ്റെ കയ്യിലൊരു മുടിയുണ്ടായിരുന്നു, ലില്ലിക്കൊക്കെ കെട്ടിക്കൊടുത്തിരുന്നത് ആ ഭാഗം അവൾ ആലോചിക്കുന്നു. അപ്പോൾ ലയ ചോദിക്കുന്നുണ്ടല്ലോ ഇത് എത്ര വിലപ്പെട്ടതാണെന്ന് അറിയോ നിനക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ ലില്ലി അപ്പോൾ കളിതമാശയിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ആയിരിക്കില്ലേ, ഏതെങ്കിലും സുന്ദരിയായ പെണ്ണിൻ്റെ ആയിരിക്കില്ലേ എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ പണ്ട്, അതൊക്കെ ആലോചിക്കുന്നു. അതും കൂടി ആലോചിച്ചപ്പോൾ അവളുടെ കിളി പോയിട്ട് അവിടെ നിന്ന് ഡിങ് ഡോങ്ങിൻ്റെ ഒപ്പം പോകുന്നു. ലില്ലിയുടെ ഓഫീസ് റൂമിൽ കയറിയിട്ട് അവൾക്ക് ആകെ സങ്കടമായിട്ട് കയ്യിലുള്ള എല്ലാ കിറ്റും ടേബിളും വെച്ചിട്ട് അവൾ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഡിങ് ഡോങ് പറയാണ് എന്തോ കരയാനുള്ള പുറപ്പാടിലാണല്ലോ മാഡം, എന്ത് പറ്റി എന്ന് ചോദിച്ച് ലില്ലിൻ്റെ അടുത്ത് ഡിങ് ഡോങ് ഇരുന്നിട്ട് അവളുടെ തോളിൽ കൈയിട്ടിരിക്കുമ്പോൾ ലില്ലി കരഞ്ഞിട്ട് ഡിങ് ഡോങ്ങിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് കിടക്കുന്നു. എന്നിട്ട് പറയാണ് എനിക്കറിയില്ല, ലേക്ക് വേറെ ആരോ ഇഷ്ടമായിരുന്നു, ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ ചോദിക്കുമ്പോൾ ഡിങ് ഡോങ് പറയാണ് അതിനെന്തിനാ നീ ഇപ്പോൾ കരയണേ, ലേക്ക് ഇപ്പം നിന്നെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇഷ്ടമാണ്, പക്ഷെ ലേക്ക് വേറെ ആരെയും കൂടി ഇഷ്ടമുണ്ട് എന്ന് പറയുന്നു. അത് കേട്ടിട്ട് ഡിങ് ഡോങ് നീ വെറുതെ ഓവറായിട്ട് ഓരോന്ന് ആലോചിക്കൊന്നും വേണ്ട, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ചുമ്മാ ഓവറായിട്ട് ടെൻഷൻ അടിക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ ലില്ലി എഴുന്നേറ്റ് നിന്നിട്ട് ആ മിൽക്ക് ടീ കുത്തി പൊടിച്ചിട്ട് കുടിക്കുന്നു. ഡിങ് ഡോങ് അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നിട്ട് ലില്ലിനോട് പറയേണ്ടത് നീ ചുമ്മാ കരയാനൊന്നും നിൽക്കണ്ട, അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഡിങ് ഡോങ് ആ വാങ്ങിയ കിറ്റൊക്കെ കൊണ്ടുപോയിട്ട് എല്ലാ വർക്കേഴ്സിനും പറയാണ് സിയറ നിങ്ങൾക്ക് വേണ്ടി മിൽക്ക് ടീ വാങ്ങിയിട്ടുണ്ടല്ലോ, എല്ലാവരും കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും വിളിക്കുന്നുണ്ട്. എല്ലാവരും ഭയങ്കര സന്തോഷത്തോടുകൂടി ആ മിൽക്ക് ടീ എടുത്തു പോയിട്ട് സിയാറാൻ
താങ്ക് യു, നിങ്ങൾ മുത്താണ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് സിയാറാം അവിടെ നിന്ന് ഭയങ്കര കരച്ചിലാണ്. ഡിങ് ഡോങ് ഒരു മിൽക്ക് ടീ എടുത്തിട്ട് സാന് കൊടുക്കുന്നുണ്ട്. സാൻ അത് മിൽക്ക് ടീ എന്ത് ചീപ്പായിട്ടുള്ള ഡ്രിങ്കാ, വില കുറവുള്ള സാധനങ്ങളൊക്കെയാണോ വാങ്ങിക്കൊണ്ട് തന്നെ, ഇതെൻ്റെ വായ വെക്ക പോലും ഇല്ല ഞാൻ എന്ന് പറയുന്നു. അത് കേട്ടിട്ട് ഡിങ് ഡോങ് വേണ്ട കുടിക്കണ്ട, ഞാനിത് എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഡിങ് ഡോങ് അത് എടുക്കാൻ പോകുമ്പോൾ പറയാണ്, അതെ ഇത് നീ ഇപ്പം എനിക്ക് തന്നില്ലേ, അപ്പം എൻ്റെ മിൽക്ക് ടീ ആയത്, എന്നോട് ചോദിക്കാണ്ട് ഇത് എടുക്കാൻ നിനക്ക് ഒരു അവകാശം ഇല്ല എന്ന് പറഞ്ഞിട്ട് അവനത് മാറ്റി വെക്കുന്നു. അപ്പം ഡിങ് ഡോങ് ഇങ്ങനെ ഒരു സാധനം എന്ന് പറഞ്ഞിട്ട് അവളുടെ കസാര കയറിയിരിക്കുന്നു. അപ്പം ഡിങ് ഡോങ്ങിനെ ഹേയ് എന്ന് സാം വിളിച്ചിട്ട് അവൻ അടിയിലിരുന്ന് ഒരു വേസ്റ്റ് കിറ്റ് എടുത്തിട്ട് ഡിങ് ഡോങ് കാണിലെ വെച്ചിട്ട് ആ മിൽക്ക് ടീ ആ വേസ്റ്റ് ബിന്നിലേക്ക് ഇടുന്നു. അത് കേട്ടിട്ട് ഡിങ് ഡോങ് നീ എന്ത് പൊട്ടനാണോ, എന്ത് കുട്ടിക്കളി മാറാത്ത ചെക്കൻ, കൊച്ചു പയ്യനാണോ എന്നൊക്കെ ചോദിച്ച് അവൾ ദേഷ്യത്തോടെ അവിടെ നിന്ന് എണീറ്റ് പോകുന്നു. അത് കേട്ടിട്ട് സാൻ അവിടെ നിന്നിട്ട് നീ എൻ്റെ കൊച്ചു പയ്യനാണോ, ഇവളെപ്പോഴും എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുള്ളൂല്ലോ, ഒരു നല്ല വാക്ക് എന്നോട് പറഞ്ഞൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. യാൻഫൈ എത്ര എതിർത്തിട്ടും സിയാറാം സുഹാൻ്റെ കൂടെ പോകുന്നുണ്ട് എക്സിബിഷൻ കാണാനായിട്ട്. അങ്ങനെ അവർ ഇങ്ങനെ എക്സിബിഷനൊക്കെ കണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. എക്സിബിഷനായിട്ടില്ല കേട്ടോ. സുഹാങ് ഒരു പ്ലേസ് കണ്ടെത്തിയിട്ട് അവിടെ എക്സിബിഷൻ നടത്താമോ എന്ന് ചോദിക്കാനാണ് സിയാറാനെ വിളിച്ചത്, എല്ലാ പ്ലേസൊക്കെ കാട്ടിക്കൊടുക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുഹാനാണെന്ന് വെച്ചാൽ സിയാറാനെയും വീൽ ചെയറിൽ തള്ളിക്കൊണ്ട് അവിടെ ചുറ്റും നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ സുഹാൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ഈ പ്ലേസൊക്കെ, നിനക്ക് ഇഷ്ടമായോ, കൊള്ളാവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സിയാറാൻ ഭയങ്കര ഗൗരവത്തിൽ തന്നെ പറയാണ്, ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ എനിക്ക് വലിയ അറിവൊന്നുമില്ല, ഞാൻ ജസ്റ്റ് കാണാൻ വന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവൾ നന്നായി പെയിൻറ്റിങ്സൊക്കെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ സുഹാൻ പറയാണ്, നിൻ്റെ കാല് ശരിയാവാനായിട്ട് നമുക്ക് അബ്രോഡ് പോയാലോ, അവിടെ എനിക്ക് എക്സ്പെർട്ടായിട്ടുള്ള ഡോക്ടേഴ്സിനൊക്കെ അറിയാം, അവിടെ പോയാൽ വേഗം കാല് ശരിയായിക്കോളും എന്നൊക്കെ പറയുമ്പോൾ സിയാറാൻ പറയാണ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇപ്പം എൻ്റെ കാല് പകുതിയോളം റിക്കവർ ആയിട്ടുണ്ട്, ഇനിയിപ്പോൾ കുറച്ചും കൂടിയല്ലേ, അത് വേഗം ശരിയാവും എന്നൊക്കെ പറയുന്നു. പിന്നെ അത് മാത്രമല്ല എൻ്റെ കാര്യത്തിൽ വല്ലവരും വന്ന് ഇടപെടുന്നതോ വല്ലവരും ചെയ്യുന്നതോ എനിക്കൊട്ടും ഇഷ്ടമല്ല എന്ന് പറയുന്നു. അപ്പോൾ സുഹാൻ ചോദിക്കുകയാണ്, നിനക്കപ്പം എന്നെ വല്ലവരായിട്ടാണോ ഇപ്പോൾ തോന്നുന്നത്, ഞാൻ നിൻ്റെ ആരുമായിട്ട് നിനക്കിപ്പോൾ തോന്നുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെണ്ണ് അവിടെ നിന്ന് ഓടി വരുന്നുണ്ട്. അവൾ ഓടി വന്ന് സുഹാൻ്റെ കൈ പിടിച്ചിട്ട്, നീ എവിടെയായിരുന്നു, എനിക്കറിയായിരുന്നു നീ എന്തായാലും ഇവിടെ ഇരിക്കുന്നു, അതാ ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നേന്ന് പറയുമ്പോൾ ആ ലേഡി പെട്ടെന്ന് സിയാറാനെ ശ്രദ്ധിക്കുന്നു. അപ്പോൾ സിയാറാനോട് പറയാം, നീ സുഹാൻ്റെ ഫ്രണ്ടാണോ, എൻ്റെ പേര് ഷിങ്യാൻ ഫോൺ, ഞാൻ സുഹാൻ്റെ ഗേൾ ഫ്രണ്ടാ എന്ന് പറയുന്നു. അത് കേട്ടിട്ട് സിയാറാന് ആകെ സങ്കടമാവുന്നുണ്ട്. അവൾ വിഷമത്തിൽ നിന്ന് മുഖം മറിക്കാനായിട്ട് ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് സുഹാന് ആ ലേഡിനോട് പറയാണ്, നീ ഷോപ്പിങ്ങിന് പോയതല്ല, നീ ഷോപ്പിംഗ് തീർന്നില്ലേ, എന്തിപ്പോൾ ഇങ്ങോട്ട് വന്നേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ലേഡി പറയാണ്, ഷോപ്പിംഗ് ഒന്നും ഒരു രസമില്ല, നീ ഇല്ലാണ്ട് എന്ത് രസമാണ്, നമുക്ക് രണ്ടുപേർക്ക് ഒന്നിച്ച് പോയി എടുക്കാമെന്ന് പറയുമ്പോൾ സുഹാൻ ചിരിക്കുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ട് ലില്ലി ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നു. പിന്നെ കാണിക്കുന്നത് യാൻഫൈ ഒരു ബാറിലിരുന്ന് കുടിച്ചോണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് സാനും വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരേ ടൈമിൽ വിസ്കിയാണ് പറയുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കുന്നു. അപ്പോൾ കണ്ടപ്പോൾ തന്നെ അവർക്ക് അത് പരിചയമുള്ള പോലെ, ഓ എനിക്കറിയാലോ എന്ന് പറഞ്ഞ് അപ്പോൾ യാൻഫൈ പറയാൻ സാനല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ സാൻ പറയണം, ഓ നിന്നെ എനിക്കറിയാലോ, ചിൻ എന്തായിരുന്നു ചിൻ എന്ന് പറയുമ്പോൾ തന്നെ യാൻഫൈ എന്ന് പറയുന്നു. ആ യാൻഫൈ, നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക്, എനിക്ക് മനസ്സിലായി ലവ് ഫെയിലിയർ ആണല്ലേ എന്ന് പറയുമ്പോൾ യാൻഫൈ പറയാണ്, അങ്ങനെയാണെങ്കിൽ നീ ഒറ്റയ്ക്കല്ലേ, നീ എന്താ ലവ് ഫെയിലിയർ ആണോ എന്ന് ചോദിക്കുമ്പോൾ പിന്നല്ലാണ്ട് ഈ പെണ്ണുങ്ങളെ കൊണ്ട് തോറ്റു, ഇവരെ മനസ്സെന്താന്ന് അറിയണ പോലുമില്ല, അവൾക്ക് വേണ്ടപ്പോൾ എന്നെ വന്ന് കൺസൾട്ട് ചെയ്യും, അവൾക്ക് വേണ്ടാത്തപ്പോൾ എന്നെ ഒന്ന് മൈൻഡ് പോലും ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാൻ ഫ്യൂച്ചറിൽ ലെമൺ കമ്പനിയിലെ സിഒയാ, അവൾ വേറൊരു അസിസ്റ്റൻറ്റ്, എന്നിട്ട് അവൾ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ പറയും. പറയാണ്, അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല, എല്ലാവരും ഇങ്ങനെ തന്നെ, ആർക്കും നമ്മളെ ഒരു വിലയില്ല, നമ്മൾ എന്തോ അധികപ്പറ്റ് പോലെയാണ്, അത്ര നാൾ പിന്നാലെ നടന്നിട്ട് അവളൊന്നും ഇഷ്ടമാണെന്ന് വരെ പറഞ്ഞത്, ഞാൻ അന്ന് അവളെ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി, പിന്നെ ഞാൻ എന്തോരം അവളെ പിന്നാലാടുന്നു, അപ്പോൾ ഞാൻ കണ്ടത് എന്താണെന്ന് പറഞ്ഞിട്ട് അവനൊരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ അന്ന് ലില്ലിനായിട്ട് യാൻഫൈ ലവ് ചെയ്യാമെന്ന് തീരുമാനിച്ച ദിവസം അന്ന് അവൻ വീട്ടിൽ പോയപ്പോഴാണല്ലോ സിയാറാനെ കണ്ടത്. അപ്പോൾ തന്നെ അവനക്ക് ഇഷ്ടമായില്ലേ. അങ്ങനെ പിറ്റേ ദിവസം ബൊക്കൊക്കെ വാങ്ങി സിയാറിൻ്റെ വീട്ടിൻ്റെ പുറത്ത് അവനങ്ങനെ സിയാറാനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സിയാറാം അവിടെ നിന്ന് ഓടിച്ചാടി വരുന്നുണ്ട്. അപ്പോൾ സിയാറാൻ പെട്ടെന്ന്, ഹായ് സുഹാൻ, നീ എന്താ ഇവിടെ എന്ന് ചോദിച്ച് നേരെ നോക്കുമ്പോൾ തന്നെ യാൻഫൈ കാണുന്നത് സുഹാനെയാണ്. സുഹാൻ സിയാറാൻ്റെ പണ്ടത്തെ ബോയ് ഫ്രണ്ട് ആയിരുന്നു. ലില്ലി സുഹാനെ കണ്ടപ്പോൾ തന്നെ, ഹായ് സുഹാൻ, നീ വേഗം വന്നോ എന്നൊക്കെ ചോദിച്ച് സുഹാൻ്റെ അടുത്ത് പോയിട്ട് അവൻ്റെ കൈ പിടിച്ചിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. സുഹാൻ പറയുന്നുണ്ട്, നിന്നെ കാണാൻ എനിക്ക് പൂതി കയറി, അതോടെ ഞാൻ വേഗം ഇങ്ങോട്ടേക്ക് വന്നേ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൈ പിടിച്ച് നടന്നു പോകുന്നു. അപ്പോഴത്തെ സിയാറാമും ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഭയങ്കര ഗൗരവമല്ലേ, പക്ഷെ അപ്പയെന്ന് വെച്ചാൽ സുഹാനോട് ഭയങ്കര സ്നേഹം കാട്ടി ഭയങ്കര ഇഷ്ടത്തിലൊക്കെയാണ് അവൾ നടക്കുന്നത്. അത് കണ്ടിട്ട് യാൻഫൈ ആകെ വിഷമിച്ചിട്ട് അവിടെ നിന്ന് നടന്നു പോകുന്നു. ഇതിങ്ങനെ ആലോചിച്ച്
വെച്ച് ആ ബാറിൽ നിന്ന് സേനോട് യാൻഫൈ പറയാണ് നമുക്കൊരു വിലയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ അവിടെ നിൽക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ സേൻ പറയാണ് അതാ ഞാനൊരു സൂപ്പർ ഐഡിയ പറഞ്ഞുതരാം. നമ്മൾ ഒരിക്കലും അവരെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കാൻ നിൽക്കരുത്. നമ്മൾ ആണുങ്ങളാ സ്ട്രെങ്ത്തോടുകൂടി നമ്മളുടെ അടുത്തേക്ക് അവർ ശരിക്കും ഇങ്ങോട്ട് വരണ്ടേ. അല്ലാതെ നമ്മൾ അങ്ങോട്ട് പോയാൽ നമുക്ക് ഒരു വിലയും കിട്ടില്ല. അവരിങ്ങോട്ട് വരുന്നവരെ നമ്മൾ വെയിറ്റ് നമ്മൾ അവർ ഇഗ്നോർ ചെയ്താൽ അവരിങ്ങോട്ട് വന്നോളും എന്നൊക്കെ ബുദ്ധി ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നു. സിയോറാനാണെങ്കിൽ ഒറ്റക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവൾക്ക് എണീറ്റൊന്നും നടക്കാൻ പറ്റില്ല. അവളുടെ വീട്ടിൽ എന്തോ എടുക്കാനായിട്ട് ഫ്രിഡ്ജിൻ്റെ മോൾ ഭാഗത്തിരിക്കുന്ന എന്തോ എടുക്കാനായിട്ട് അവൾ കൈ എത്തിക്കുന്നുണ്ടെങ്കിലും വീൽ ചെയറിലായതുകൊണ്ട് അതെടുക്കാനേ പറ്റുന്നില്ല. അവൾ കുറേ ശ്രമിച്ചിട്ട് പെട്ടെന്ന് അത് താഴേക്ക് വീഴുന്നുണ്ട്. താഴേക്ക് വീണപ്പോൾ അവൾക്ക് ഒട്ടും എത്തുന്നില്ല. അങ്ങനെ അവൾ അവിടെ വിഷമിച്ചിരിക്കുന്നു. അടുക്കളയിൽ വെച്ചിരിക്കുന്ന ആ പാത്രത്തേക്കൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ അവൾക്ക് യാൻഫൈനെ ഓർമ്മ വരുന്നു. ഒരു ഫ്ലാഷ് ബാക്ക് അവൾ ഓർക്കാണ്. അതെന്താണെന്ന് വെച്ചാൽ അന്ന് ജിഞ്ചർ സൂപ്പ് ഉണ്ടാക്കിയില്ലേ, അപ്പോൾ യാൻഫൈ അതിൽ ചിക്കനൊക്കെ ഇട്ട് വെറൈറ്റി ആക്കിയിട്ട് സിയാറാനെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. സിയാറാനോട് പറയാണ് നീ കുടിച്ചോ, എനിക്കിപ്പോൾ ഒന്നും വേണ്ട, നിൻ്റെ പനി മാറട്ടെ എന്നൊക്കെ പറഞ്ഞ് സിയാറാനെ കൊടുക്കുന്നു. സിയാറാൻ അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുപ്പത്ത് പോർക്ക് വെച്ചിട്ടുണ്ടായിരുന്നേ, അത് കരിയോ എന്ന് പറഞ്ഞിട്ട് യാൻഫൈ അങ്ങോട്ടേക്ക് ഓടിപ്പോയിട്ട് അതിങ്ങനെ വിട്ട് നിന്നാണ് ഇളക്കുന്നത്. അത് കണ്ടിട്ട് സിയാറാൻ ചോദിക്കുകയാണ് എന്ത് പറ്റി, നിനക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് അതൊന്നല്ല, എൻ്റെ സുന്ദരമായ മുഖം ഈ പുക കൊണ്ടിട്ട് ചീത്തായാലോ അതുകൊണ്ടാന്ന് പറയുമ്പോൾ സിയാറാൻ ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ ആലോചിച്ച് സിയാറാൻ വിഷമിച്ചങ്ങനെ നിൽക്കുന്നു. അവൾക്ക് സങ്കടം ഉണ്ടെങ്കിലും അവളത് ആരുടെ മുന്നിലും കാണിക്കൂല. ഭയങ്കര ദുരഭിമാനിയാണ്. പിന്നെ കാണിക്കുന്നത് ലില്ലിയുടെ ലേനയാണ്. അവരൊരു ടേബിളിൻ്റെ എതിർവശങ്ങളിലായിട്ട് ഇരിക്കുന്നുണ്ട്. ലില്ലി ഭയങ്കര ഗൗരവത്തിൽ കൈയും കെട്ടിയൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ അത് ചോദിക്കുന്നുണ്ട് ഞാൻ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞതല്ലേ, നീ എന്തിനാ പോകുന്നത്, ഞാൻ വന്ന് വിളിക്കൂല എന്നൊക്കെ ചോദിക്കുമ്പോൾ ലില്ലി പറയാണ് എത്ര നേരം എന്ന് വെച്ചാൽ വെയിറ്റ് ചെയ്യാം, എൻ്റെ ടൈമിന് എന്താ വില ഇല്ലേ, എൻ്റെ ടൈമിനും വില ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അല്ലേ പറയണം അയ്യോ സോറി, ഞാൻ സീനിയറിനായിട്ട് ഒരു റെയ്ഡിന് പോയി അതുകൊണ്ട് അത്ര ലേറ്റായേ, ഇനി അത് ആവർത്തിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ആ നീ എന്തെങ്കിലും ചെയ്തോ, ഞാൻ എന്തിനാ അതൊക്കെ നോക്കുന്നത്, നീ എന്തെങ്കിലും ചെയ്യുന്നത് ലില്ലി ഇത്തിരി ദേഷ്യത്തോടുകൂടി പറയുന്നു. അയ്യോ സോറി നീ ഇന്ന് ഭയങ്കര അൺഹാപ്പിയാണെന്ന് അറിയാം, ഒട്ടും നിനക്ക് സന്തോഷമില്ല എന്നറിയാം, അടുത്ത പ്രാവശ്യം നിന്നായിട്ട് ഞാൻ റെയ്ഡിന് പൊക്കോളൂട്ടോ എന്ന് പറയുമ്പോൾ ലില്ലി പറയുന്നത് ഒന്നാമത്തെ കാര്യം എനിക്ക് റെയ്ഡിന് പോകണ്ട, പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ അൺഹാപ്പി അല്ല, ഞാൻ ദുഃഖിച്ചൊന്നും ഇരിക്കണല്ല എന്ന് പറയുന്നു. അത് കേട്ടില്ലേ ഭയങ്കര വെപ്രാളത്തിൽ അതെ നിനക്കെന്തോ ദേഷ്യം തോന്നുന്നു, നീ ഒന്നും മിണ്ടാണ്ട് ഇത് കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സാധനം പൊക്കി പിടിച്ച് അവൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലില്ലി പറയാണ് നിനക്ക് ഇത്ര നാളായിട്ട് ഇതറിഞ്ഞൂടെ, ഞാൻ മീറ്റ് കഴിക്കൂല എന്ന് നിനക്ക് അറിയൂലേ, എനിക്ക് ഇറച്ചിയൊന്നും ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അയ്യോ സോറി എന്ന് പറഞ്ഞിട്ട് വെജിറ്റബിൾസ് അരിഞ്ഞ് വെച്ചെടുത്തിട്ട് ലില്ലിക്ക് കൊടുക്കുന്നു. അപ്പോൾ ലില്ലി പറയണു ഓ എന്നെ പ്യുവർ വെജിറ്റേറിയൻ ആക്കാൻ നോക്കുകയാണല്ലേ നീ, എനിക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് പറയുമ്പോൾ അല്ലേ അയ്യോ സോറി എന്ന് പറഞ്ഞിട്ട് അവൻ എന്തോ ഒരു സൂപ്പ് പോലത്തെ സാധനം പ്ലേറ്റിൽ വയ്ക്കുമ്പോൾ ലില്ലി പറയണ അതൊന്നും വേണ്ട ഞാൻ ഈ റൈസ് തിന്നോളാം എന്ന് പറഞ്ഞിട്ട് അവളുടെ പാത്രം പൊക്കി പിടിച്ചിട്ട് അവൾ ചോറിങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവൾ പിറുപിറുക്കുന്നുണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെ റൈസ് തിന്ന് കളയുള്ളൂ, എനിക്ക് റൈസ് മതി, ഞാൻ റൈസ് മാത്രം തിന്നോളാന്ന് ഇങ്ങനെ ഇരുന്ന് പിറുപിറുക്കുന്നു. എന്നിട്ട് അപ്പം തന്നെ ആൾക്കെന്താ ഭ്രാന്താന്നാ തോന്നുന്നത്, അല്ലെങ്കിൽ നീ തന്നെ ഒറ്റയ്ക്കിരുന്ന് കഴിച്ചോ, ഞാനൊന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാം അവിടെ വെച്ച് പോകുന്നു. എന്നിട്ട് അവളൊരു സോഫയ്ക്ക് ചാടി കയറി അവിടെ പിണങ്ങിയിരിക്കുമ്പോൾ ലാ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. ലാ എന്നിട്ട് നമുക്ക് ടി വി കണ്ടാലോ എന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും വെക്ക് എന്ന് പറയുന്നു. എന്നാൽ നമുക്ക് ടി വി ഷോ കണ്ടാലോ, നിനക്ക് ടി വി ഷോസൊക്കെ ഇഷ്ടമല്ലേ എന്ന് പറയുമ്പോൾ ടി വി ഷോ ഇതിൽ കുറേ കോമഡി ഉണ്ടാവുള്ളൂ, എന്നിട്ട് അത് വെറുതെ ചിരിച്ചിരിക്കണം, അതൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ എന്നാൽ നമുക്ക് റൊമാൻറ്റിക് മൂവീസ് കാണാമെന്ന് പറയുമ്പോൾ ലില്ലി പറയാണ് എനിക്ക് അതിന് ലവിലൊന്നും വിശ്വാസമില്ല, റൊമാൻറ്റിക് മൂവീസൊന്നും വേണ്ട എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ നിനക്ക് എന്താ കാണണ്ടേന്ന് ചോദിക്കുമ്പോൾ ലില്ലി പറയണേ എന്തെങ്കിലും വെക്ക് എന്ന് പറയുന്നു. അങ്ങനെ ലേക്ക് ആകെ ഒരു മാതിരിയായിട്ട് ഇവൾക്ക് എന്താ പറ്റിയെന്ന് പോലും മനസ്സിലാവാതെ ഇരിക്കുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവൾ പിണങ്ങി അവളുടെ റൂമിൽ പോയിരിക്കുമ്പോൾ അവൾ എത്തിച്ചെത്തിച്ചില്ലേ വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ലേ അങ്ങോട്ടേക്ക് വരുന്നു. അത് കണ്ടപ്പോൾ ലില്ലിക്ക് ഒന്നും കൂടി ദേഷ്യമായിട്ട് അവൻ എന്നെ ഒന്നും സമാധാനിപ്പിക്കാൻ പോലും കൂടി വരുന്നില്ല, എന്തൊരു സാധന എന്നൊക്കെ പറയുന്നതാണ് അവളുടെ കയ്യിലിരിക്കുന്ന ഫോണിലൂടെ അവൾക്കൊരു ഐഡിയ കിട്ടിയത്. അവൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു പോസ്റ്റ് ഇടാന്ന് പറഞ്ഞിട്ട് ലേ മാത്രം കാണുന്ന വിധത്തിൽ എന്തോ ഒരു പോസ്റ്റ് ഇടുന്നു. അത് കാണാണ്ടായപ്പോൾ വേറൊരു പോസ്റ്റ് ഇടുന്നു, അതും കാണുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് വേറൊരു പോസ്റ്റ് ഇടുന്നു. പക്ഷെ ഇത് മൂന്നും ലേ കണ്ടിട്ടില്ല കേട്ടോ. ഈ മൂന്നും ലേക്ക് മാത്രം കാണാൻ പറ്റുന്ന രീതിയിലാണ് ലില്ലി സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ലാൻ്റെ സീനിയർ അതായത് നിങ്ങ ഒരു പോസ്റ്റ് ഇടുന്നുണ്ട്, അപ്പം തന്നെ അത് ലൈക്ക് ചെയ്യുന്നു. ലില്ലിക്ക് ദേഷ്യം വന്നിട്ട് ഓ ഞാൻ പോസ്റ്റ് ഇട്ടത് ഒന്നും കണ്ടില്ല, ലൈക്കും ചെയ്തില്ല, അവൾ പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ ലൈക്ക് ചെയ്തില്ലേ, എന്നെ ഇഗ്നോർ ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ലില്ലി കൈയൊക്കെ തേറ്റി ലാനെ തല്ലാനായിട്ട് അവൻ്റെ റൂമിലേക്ക് ഇങ്ങനെ നടന്നു പോയി. ഇന്നവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. അങ്ങനെ ലില്ലി ലാനെ ചീത്ത പറയാനായിട്ട് അവൻ്റെ റൂമിലേക്ക് പോകുമ്പോൾ അവനാണെന്ന് വെച്ചാൽ അവിടെ ഫോൺ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നേ. ലില്ലി ചെന്നിട്ട് ചോദിക്കുകയാണ് ഞാൻ 3 പോസ്റ്റ് ഇട്ടു,
പക്ഷെ അവൾ പോസ്റ്റ് ഇട്ടപ്പോഴത്തേനും നീ കയറി ലൈക്ക് കൊടുത്തില്ലേ, നീ എന്തിനാ എന്നെ ഇഗ്നോർ ചെയ്യണേ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ലേ പറയാണ് ഞാനതിന് നിൻ്റെ പോസ്റ്റ് ഒന്നും കണ്ടില്ലല്ലോ, നീ പോസ്റ്റ് ഇട്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ലില്ലി എന്ന് നീ എൻ്റെ പോസ്റ്റ് കണ്ടില്ലാന്നോ നോക്കി എന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ശരിക്കും അവൾ ലേക്ക് മാത്രം കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ടത്. ശരിക്കും അവൾ അങ്ങനെയല്ല ഇട്ടായിരുന്നത്, ലേക്ക് മാത്രം കാണണ്ട എന്നുള്ളതാക്കിയിട്ടാണ് അവൾ ഇട്ടായിരുന്നത്. പെട്ടെന്ന് തിരക്കിൻ്റെ ഇടയിൽ അങ്ങനെ ലില്ലി ചമ്മി നിൽക്കുമ്പോൾ പെട്ടെന്ന് അവൾ ലാൻ്റെ റൂമിൻ്റെ കട്ടിലിൻ്റെ ഭാഗത്തേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തോ കണ്ടിട്ട് അവൾക്ക് ദേഷ്യം വന്നിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോൾ അവൾ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ മുടിയുണ്ടില്ല അല്ല എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുന്ന ആ മുടിയുണ്ടാ അതെടുത്തിട്ട് ലാൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ് ഇത് കാരണം ഇത്ര ദിവസം ഞാൻ ഭയങ്കര സങ്കടമായിട്ട് നിൽക്കുന്നത്, ഇതായതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ വലിച്ചെറിയാൻ പോവാന്ന് പറഞ്ഞിട്ട് അവളത് കളയാൻ പോകുമ്പോൾ അല്ലേ അവളെ തടയുന്നുണ്ട്. നീ എന്തായി ചെയ്യുന്നത്, നിനക്ക് എന്താ പറ്റിയ, ആരെങ്കിലും നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ അല്ലേ ചോദിക്കുമ്പോൾ എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ എനിക്ക് ഇത് വേണ്ട, ഇതിവിടെ വേണ്ട, ഇവിടെ ഇത് കാണാൻ വേണ്ട, ഇത് മര്യാദ വലിച്ചെറിഞ്ഞോ അല്ലെങ്കിൽ നീ എന്നെ തന്നെ വലിച്ചെറിഞ്ഞോ എന്ന് പറയുന്നു. അപ്പോൾ കുറച്ച് നേരത്തേക്ക് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മിണ്ടാതെ നിശബ്ദമായിട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ടല്ലേ പറയാണ് നീ അതിങ്ങോട്ട് താ, ഞാൻ തന്നെ കളഞ്ഞുകൊണ്ട്, നിനക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഈ വീട്ടിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് ലില്ലിയുടെ കൈ നാ മുടിയുണ്ട വാങ്ങിയിട്ട് അല്ലേ വലിച്ചെറിഞ്ഞ് കളയാണ്. അപ്പോൾ ലില്ലി വേണ്ട എന്ന് പറയാൻ പോകുന്നുണ്ടെങ്കിലും അതിന് മുന്നേ അല്ലേ അത് കളഞ്ഞിരുന്നു. അപ്പോൾ ലയ പറയാണ് നീ ഇനി എന്ത് വേണമെങ്കിലും നോക്കിക്കോ, ഈ വീടിൻ്റെ ചുറ്റും നോക്കിയിട്ട് നിനക്ക് എന്തൊക്കെ ഇഷ്ടപ്പെടുന്നില്ല അതൊക്കെ എടുത്ത് നീ വലിച്ചെറിഞ്ഞു എന്ന് പറയുന്നു. അത് കേട്ടിട്ട് ലില്ലി പറയാണ് ഞാൻ അതല്ല ഉദ്ദേശിച്ചതെന്ന് പറയുമ്പോൾ ലയ പെട്ടെന്ന് വന്ന് അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ലില്ലി അവനെ കെട്ടിപ്പിടിക്കുന്നതിന് മുമ്പ് ലയനോട് ചോദിക്കുകയാണ് ശരിക്കും നിനക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ ലയ പറയാണ് നിനക്കതെന്താ ഇത്ര ഡൗട്ട്, എനിക്ക് ശരിക്കും നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. അപ്പോൾ ലില്ലി അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് സോറി ഞാൻ എന്തോ ഭയങ്കര ഓവറായിട്ട് ചിന്തിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ സീൻ കട്ടായി. പിന്നെ പിറ്റേ ദിവസമാണ് കാണിക്കണേ. പിറ്റേ ദിവസം അല്ലേ ജോഗിങ് ഒക്കെ കഴിഞ്ഞ്, അതായത് വീട്ടിൽ തന്നെ എക്സസൈസിനുള്ള അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അങ്ങനെ എക്സസൈസ് ഒക്കെ കഴിഞ്ഞ് കിതച്ച് വേർപ്പൊക്കെ തുടച്ച് നിൽക്കുമ്പോൾ ലില്ലി മേലെ നിന്ന് ഓടി വരുന്നുണ്ട്. ലില്ലി ഓടി വന്നിട്ട് ലേക്ക് നേരെ ഒരു സാധനം നീട്ടിയിട്ട് പറയാണ് ഇന്നാ ഇത് നീ എടുത്തോ എന്ന് പറയുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഇന്നലെ കളഞ്ഞ ആ മുടി ഉണ്ടായിരുന്നു. അത് ലില്ലി ലേക്ക് നേരെ നീട്ടിയിട്ട് പറയാണ് ഞാനെന്തിനാ നിൻ്റെ പണ്ടത്തെ അഫെയർസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ടെൻഷനാവണേ, ഇപ്പം നിനക്ക് എന്തായാലും എന്നല്ല ഇഷ്ടം, ഇത് നീ കയ്യിൽ തന്നെ വെച്ചോ എന്ന് പറയുന്നു. അതിലേ കേട്ടിട്ട് അത് കൈ വാങ്ങി വെച്ചിട്ട് നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ വെക്കുന്നൊന്നുമില്ല എന്ന് പറയുമ്പോൾ ലില്ലി പറയണം അതൊന്നും കുഴപ്പമില്ല, നീ ഇത് കയ്യിൽ തന്നെ വെച്ചോ എന്ന് പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും നല്ല സന്തോഷത്തോടുകൂടി അവിടെ നിൽക്കുന്നു. പിറ്റേ ദിവസം ലെമൺ കമ്പനിയിൽ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തേക്കാണ്. അതെന്തിനാന്ന് വെച്ചാൽ ഇപ്പോൾ ഇവർ ജേർണി ഓഫ് ദി യൂത്ത് എന്ന് പറഞ്ഞാൽ ഡ്രാമ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഭയങ്കരമായിട്ട് എൻഗേജ് ആയിട്ടുണ്ടായിരുന്നു. ഒരാൾക്കും വേറെയുള്ള പ്രൊജക്റ്റിലേക്കൊന്നും കണ്ണെത്തിയിരുന്നില്ല. വേറെ അവരെ വെബ് സീരീസ് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടല്ലോ, അതിലൊന്നും കണ്ണെത്തിയിരുന്നില്ല. അപ്പോൾ അതൊക്കെ ആകെ ഡൗൺ ആയിപ്പോയി, അതിൻ്റെ റേറ്റിംഗ് ഒക്കെ ആകെ ഡൗൺ ആയി. അപ്പോൾ അതിനെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെമൺ കമ്പനിയിൽ ഇപ്പോൾ മീറ്റിംഗ് കൂടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഇതൊക്കെ പറയുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കാത്ത കാരണം ഫിലിംസ് ഒക്കെ ഡൗൺ ആണ്, ഇനി നമുക്ക് അതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, നമുക്ക് വേറെ പ്രോജക്റ്റ് ഇട്ടാലേ ഇതിൻ്റെ റേറ്റിംഗ് ഇനി കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലൊരു സ്റ്റോറി കണ്ടെത്തി ഇനി ഡ്രാമ ആയിട്ട് നമ്മൾ എപ്പിസോഡായിട്ട് അപ്ലോഡ് ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ അത് കേൾക്കേണ്ട താമസം കൈ പൊക്കിയിട്ട് അത് ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു. അപ്പോൾ ലില്ലി പറയാണ് നീ കുറേ ഏറ്റിട്ട് ഒന്നും നടന്നില്ലല്ലോ, നീ അവിടെ മിണ്ടാണ്ടിരുന്നാൽ മതി, ഞാനിതൊക്കെ ചെയ്തോളാം എന്ന് പറയുമ്പോൾ ഞാൻ പറയാണ് നീ എന്ത് വർത്താനം പറയണേ, ഞാൻ അടുത്ത കമ്പനി സിഇഒയാ, അവരോടൊരു വർക്കർ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത്, നീയൊന്നും നോക്കണ്ട, അത് ഞാൻ തന്നെ നോക്കിക്കൊണ്ട് ഞാനത് ശരിയാക്കിക്കൊണ്ട് എന്നൊക്കെ പറയുമ്പോൾ ലില്ലി പറയാണ് നിൻ്റെ ഭാഗ്യമാണ് നിനക്ക് ഇങ്ങനത്തെ ഒരു ചേട്ടനെ കിട്ടിയത്, അല്ല ചേട്ടൻ്റെ കമ്പനി വർക്ക് ചെയ്യാൻ പറ്റിയത്, വേറെ വല്ല കമ്പനിയിൽ നീ തൊഴിലാളിയായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിന്നെ എപ്പോൾ പുറത്താക്കിയെന്ന് വിചാരിച്ചാൽ മതി, അങ്ങനത്തെ ബുദ്ധിയില്ലാത്ത കഴുതയാണ് നീ എന്നൊക്കെ മീറ്റിംഗ് റൂമിൽ ഇരുന്നിട്ടാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിക്കുന്നത്. അപ്പോൾ ലയ പറയണം ഒരു കാര്യം ചെയ്യും, ചുമ്മാ ഇരുന്ന് തല്ലുപിടിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ, നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചത് ചെയ്തോ എന്ന് പറയുന്നു. അപ്പോൾ ലില്ലി എന്ന് പറഞ്ഞിട്ട് പിന്നെ തിരിഞ്ഞ് നോക്കിയിട്ടാണ് അവൾക്ക് അത് ഓടിയെന്ന് വന്ന് പിന്നെ എന്നെ തിരിഞ്ഞ് നോക്കിയിട്ട് പറയണം ഒന്നിച്ചോ എനിക്കൊന്നും പറ്റൂല ഇവൻ്റെ ഒപ്പം വർക്ക് ചെയ്യാനായിട്ട് പിന്നെ എന്ന് പറയുമ്പോൾ ലയ അത് ശ്രദ്ധിക്കുന്നില്ല. ലയ അവിടെ വേറെ എന്തോ പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാൻ ലില്ലിനെ കളിയാക്കിയിട്ട് എനിക്കൊന്നും പറ്റൂല, ഇവിടെ ആരിത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയില്ല ആകെ സങ്കടത്തിൽ ഇനി സാൻ്റെ ഒപ്പം വർക്ക് ചെയ്യണ്ടേ എന്ന് വെച്ചിട്ട് ഇരിക്കുന്നു. പിന്നെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാ ഒരു റൂമിൽ എന്തോ പേപ്പേഴ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് നിങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ ഓടി വന്നിട്ട് ഒരു പേപ്പർ കാട്ടിയിട്ടില്ല എന്നോട് പറയാണ് അല്ലേ ഇതൊന്നും നോക്കിയേ നമ്മുടെ ലോഞ്ചിങ് പ്രോസസ്സ് എങ്ങനെയായിരിക്കും ഞാൻ പറയുകയാണ്, നമുക്ക് ദ ജേർണി ഓഫ് ദി യൂത്ത് എന്ന് പറഞ്ഞ ഫിലിം പബ്ലിഷ് ചെയ്യണ്ടേ, അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെയാണ് ഇത് എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ കാട്ടി കൊടുക്കുന്നുണ്ട്. അതിലായിരുന്നു നോക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ ഒരു ഗ്ലാസ് എടുത്ത് അതിൽ വെള്ളമൊക്കെ ഒഴിച്ച് ലേക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നല്ല എൻ്റെ ശ്രദ്ധയിൽ ലിങ്ങിൻ്റെ മുടിയിലിരിക്കുന്ന ആ മുടിയുണ്ട് കണ്ണിൽ പെട്ടു. അപ്പോഴാണ് ലേക്ക കാര്യം ഓടിയെന്ന് തോന്നുന്നു. ലില്ലി അന്ന് വന്ന് കുറേ ഷോ കാണിച്ചില്ലേ ആ മുടിയുണ്ട കളയണമെന്ന് പറഞ്ഞിട്ട്, അതിൻ്റെ റീസൺ ഇതായിരിക്കുന്നു തോന്നിയിട്ടാണെന്ന് തോന്നുന്നു. ഞാൻ ഇങ്ങനോട് പറയാണ് നീ ഇപ്പോഴായി പിന്നെ
മുടിയുടെ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റിയല്ല, നീ ആദ്യമൊന്നും ടൈ ചെയ്തിട്ടിരുന്നില്ല, അതായത് മുടി കെട്ടിയൊന്നും വെച്ചിരുന്നില്ലല്ലോ, ഇപ്പം എന്താ കെട്ടി വെക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പറയണം എല്ലായ്പ്പോഴും ഒരുപോലെ എടുക്കാൻ പറ്റില്ലല്ലോ, ഒന്ന് ഹെയർ സ്റ്റൈൽ മാറ്റി നോക്കിയാലോ എന്ന് വിചാരിച്ചു, അതാ ഇങ്ങനെ കെട്ടിയെന്നൊക്കെ പറയുമ്പോൾ എല്ലാം പറയുകയാണ് ഏയ് അത് വേണ്ട, നിനക്ക് കെട്ടിയിടാത്തതാ ഭംഗി എന്ന് പറയുന്നു. അപ്പോൾ അവൾ ആ മുടിയിട്ട് അഴിച്ച് മുടി അയച്ചിടുന്നു. അപ്പോഴാണ് ലേക്ക് ഒരു സമാധാനം കിട്ടിയതെന്ന് തോന്നുന്നു. പിന്നെ കാണിക്കുന്നത് ലില്ലി അവളുടെ ഓഫീസ് റൂമിൽ ഇരിക്കുമ്പോൾ ഡിങ് ഡോങ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവളും ഈ പ്രോജക്റ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ലില്ലിയുടെ അടുത്തേക്ക് വരുന്നത്. ഡിങ് ഡോങ് ലില്ലിനോട് പറയാണ് നമ്മളായിട്ട് ബന്ധമുള്ള വലിയ വലിയ കമ്പനീസ് അയച്ച പ്രോജക്ട്സ് ആണ് ഇത്, ഈ ഡ്രാമാസൊക്കെ ഒന്ന് വായിച്ചു നോക്കി ഇതിൽ ഏതാ നല്ലതെന്ന് സെലക്ട് ചെയ്യാൻ ലില്ലിക്ക് കൊണ്ട് കൊടുക്കുന്നു. ലില്ലി അതൊക്കെ വായിച്ചു അതൊന്നും ലില്ലിക്ക് ഇഷ്ടമാവാതെ മാറ്റി വെക്കുന്നു. അപ്പോൾ ഡിങ് ഡോങ് പറയാണ് ഇത് ഭയങ്കര പണി പിടിച്ച പണിയാണ്, എങ്ങനെ ഇത് സെലക്ട് ചെയ്യാനാണാവോ, നല്ല ഡ്രാമയും കിട്ടണ്ടേ എന്നൊക്കെ പറയുമ്പോൾ ലില്ലി പറയാണ് അതിനൊരു വഴിയുണ്ട്, ഞാൻ ഫൈനും എൻ്റെ സിസ്റ്ററിനെ പോയി കണ്ടിട്ട് അവരോട് ചോദിക്കാം, അവരാകുമ്പോൾ സൂപ്പറായിട്ട് തരുമെന്ന് പറയുന്നില്ല. അപ്പം തന്നെ സിയോറാൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ലില്ലി വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സിയോറ നീ വന്നോ, നിന്നെ അന്വേഷിച്ച് വരണമെന്ന് വിചാരിച്ചാണ് ഞാൻ എന്ന് പറയുന്നു. സിയോറാൻ്റെ വീട് മൊത്തമായിട്ടായിട്ട് കിടക്കുകയാണ്, ഐ മീൻ ഡ്രസ്സൊക്കെ അവിടെ ഇവിടെ പരത്തിയിട്ടിട്ട് ഒരു വൃത്തിയിലാണ്ടിരിക്കുകയാണ്. അപ്പോൾ ലില്ലി വന്നിട്ട് ഇവിടെ എന്ത് വൃത്തിയാണായിട്ട് കിടക്കുന്നത്, ഈ ആൻഫി എവിടെ പോയി കിടക്കാം, ഇവനെന്ത് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാത്ത എന്നൊക്കെ ചോദിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് സിയോറ പറയുന്നത് അവൻ പോയി എന്ന് പറയുന്നു. അപ്പം ലില്ലി എന്നിട്ടിട്ട് അവൻ പോയോ, അവൻ എന്നോട് പ്രോമിസ് ചെയ്താണല്ലോ നിന്നെ നോക്കിക്കോളാന്ന്, എന്നിട്ട് അവനെ പകുതിക്ക് വെച്ച് ക്വിറ്റ് ചെയ്ത് പോയോ എന്നൊക്കെ ചോദിക്കുന്നു. സിയോറാൻ അതൊന്നും ശ്രദ്ധിക്കാതെ അവളൊരു ടാബിൽ ഒരു പ്രൊജക്ട് എടുത്തിട്ട് ലില്ലിക്ക് നേരെ നീട്ടുന്നു. എന്നിട്ട് സിയോറാൻ പറയാണ് ജേർണി ഓഫ് ദി യൂത്തിൽ നിങ്ങൾ എല്ലാവരും എൻഗേജഡ് ആയപ്പോൾ എല്ലാ സീരീസും ഡൗൺ ആയിപ്പോയി, ഇനി അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ പുതിയത് നോക്കിയത്, ഇപ്പോൾ പോപ്പുലറായിട്ട് നിൽക്കുന്നത് ലവ് ഡ്രാമയാണ്, അപ്പം നമുക്ക് ലവിൽ തന്നെ പിടിക്കാം, ഇത് യാൻഫയുടെ ഒരു സ്റ്റോറി ഡ്രാമയായിട്ട് ഇപ്പം നമ്മുടെ കമ്പനിയുടെ പേരിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ക്ലിക്കാവും, നല്ല റേറ്റിംഗ് ഉണ്ടാവും എന്ന് പറയുന്നു. ലില്ലി എന്താണ് ചോദിക്കാൻ സിയാറാൻ്റെ അടുത്തേക്ക് പോയത്, ലില്ലി ചോദിക്കുന്നതിന് മുമ്പ് സിയാറാം അത് നൽകുകയാണ് ചെയ്തത്. അതായത് അത്രക്കും ശ്രദ്ധ കമ്പനിയുടെ കാര്യത്തിൽ വർക്കിൻ്റെ കാര്യത്തിൽ സിയാറാൻ ഉണ്ടായിരുന്നു. അപ്പം ലില്ലി പറയുന്നു നീ ഭയങ്കര സംഭവം അല്ലെങ്കിൽ എന്തൊരു പ്രൊഫഷണലാ, ഞാൻ എന്താണ് ചോദിക്കാൻ വന്നാൽ അത് അപ്പോൾ തന്നെ നീ തന്ന്, വർക്കിനോടുള്ള ഒരു ആത്മാർത്ഥതയെ നിന്റെ കഴിവ് സമ്മതിക്കണം എന്നൊക്കെ ലില്ലി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ലില്ലിക്ക് യാൻഫയുടെ ആ സ്റ്റോറി വായിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടാവുകയും ചെയ്തു. അങ്ങനെ ലില്ലി സന്തോഷത്തോടൊക്കെ വർത്തനം പറഞ്ഞ് അവിടെ വെച്ചിരിക്കുന്ന ആ പെയിൻറ്റിങ് അവളുടെ കണ്ണി പെട്ടെന്ന് പെടുന്നു. ലില്ലി സിയോറാനോട് ചോദിക്കുന്നുണ്ട് കൊള്ളാലോ ഇതെപ്പോൾ എന്ന് ഇതിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, ഇതാര് തന്നതാന്നൊക്കെ ചോദിക്കുമ്പോൾ സിയോറാം ഇത്തിരി വിക്കിയിട്ട് അതെൻ്റെ ഫ്രണ്ട് തന്നതാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലില്ലി അതിലേക്ക് തന്നെ ചിരിച്ച് നോക്കിക്കൊണ്ടിരുന്നിട്ട് ശരിക്കും എൻ്റെ പോലെ തന്നെ ഉണ്ട് ഇത് കാണാൻ, ഇത് ആരോ എക്സൈറ്റ് ആയിട്ട് എന്നെ വരച്ചേക്കണേ, എൻ്റെ ഒരു ഭംഗികാരനെ എല്ലാവരും എന്നെയാ ഇപ്പം വരയ്ക്കുന്നത് എന്നൊക്കെ അവളെ തന്നെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. സിയോറാൻ അത് കണ്ടിട്ട് ചിരി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഒന്നാമത്തെ കടമ കഴിഞ്ഞല്ലോ, സ്റ്റോറി അവർക്ക് കിട്ടിക്കഴിഞ്ഞു, ഇനി വേണ്ടത് യാൻഫൈ അതിന് സമ്മതിക്കണമല്ലോ, യാൻഫൈയുടെ സ്റ്റോറി അല്ലത്, യാൻഫൈ കോൺട്രാക്ട് സൈൻ ചെയ്താലേ ഇവർക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ലില്ലി പോയി യാൻഫൈയുടെ അടുത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ യാൻഫൈ ഒരു സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ലില്ലി ചോദിക്കുകയാണ് നിനക്കത് പ്രാന്താണോ, ഈ രാവിലെ ടൈമിൽ എന്തിനാ ഈ സൺഗ്ലാസ് ഒക്കെ വെച്ചേക്കുന്നത്, അതൊരു ഈ റൂമിൽ കയറിയിരിക്കുമ്പോൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ യാൻഫൈ ആ കണ്ണട ഊരി കാണിക്കുന്നുണ്ട്. അവന് ഉറങ്ങാണ്ട് അവൻ്റെ കണ്ണാകെ വീർത്ത് കെട്ടിയിരിക്കുകയാണ്, ഉറങ്ങാനായിട്ട് അവനക്ക് വേറൊരു സ്ഥലവും ഇല്ലല്ലോ. സിയോറാനാണെങ്കിൽ അവളുടെ വീട്ടിൽ നിന്ന് അവനെ പുറത്താക്കുകയും ചെയ്തു. അപ്പോൾ ലില്ലി പറയാണ് പാവം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അവനക്ക് ഇത്ര വർഷമായിട്ട് പ്രോപ്പറായിട്ട് ഒരു സ്ഥലം പോലും ഇല്ല കിടന്നുറങ്ങാനായിട്ട്, ഇപ്പോഴാന്ന് വെച്ചാൽ ആ സിയോറാമ അവളൊന്ന് പുറത്താക്കുകയും ചെയ്ത്, പാവം എൻ്റെ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിക്കുകയാണ് നിനക്കിപ്പോൾ എന്തോ ആവശ്യമുണ്ടല്ലോ, നീ എന്തിനാണ് ഇങ്ങനെ കിടന്ന് പുകഴ്ത്തുന്നതെന്ന് ചോദിക്കുമ്പോൾ ലില്ലി പറയാണ് അതെ നിൻ്റെ ആ സ്റ്റോറി ഇല്ലേ നീ എഴുതിയത് അതെല്ലാവരും വായിച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അപ്പം നമുക്കത് ഡ്രാമയാക്കിയാലോ എന്ന് ചോദിക്കുമ്പോൾ യാൻഫൈ പറയും നടക്കൂല എന്ന് പറയുന്നു. അപ്പോൾ ലില്ലി പറയാണ് എൻ്റെ സിസ്റ്ററിന് നിന്നെക്കുറിച്ച് എന്തൊരു വിചാരമെന്ന് അറിയാം, അവളെ നിൻ്റെ കഥ എടുത്തിട്ട് അടുത്ത ഡ്രാമയ്ക്ക് സെറ്റാക്കാൻ പറഞ്ഞേക്കണം, അപ്പം നിന്നോട് എന്തോ ഒരു ഇഷ്ടമുണ്ടായിട്ട് വേണം അവൾക്ക് എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും നടക്കൂല, അതൊക്കെ ഞാൻ വിറ്റ് കഴിഞ്ഞതാണ്, ഇനി ഞാൻ സൈൻ ചെയ്യാതെ ഒരു കാര്യം നടക്കൂല, പിന്നെ നിൻ്റെ സിസ്റ്ററെ നല്ല ഉപകാരത്തിന് മാത്രമാണ് എന്നെ ഉപയോഗിക്കണം, അല്ലാണ്ട് അവൾക്ക് എന്നെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നു. നിങ്ങൾ എൻ്റെ ഒരു തല്ലടിച്ചില്ലേ, പറ കാരണം എന്താണെന്ന് എന്നോട് പറയാന്ന് ലില്ലി ഭയങ്കര ആകാംക്ഷയോടുകൂടി ചോദിക്കുമ്പോൾ യാൻഫൈ പറയാണ് അവൻ വീണ്ടും വന്ന് ആ സുഹാങ് അവനെ കാണാൻ തന്നെ എനിക്ക് ഇഷ്ടമല്ല, അവൻ അവളായിട്ട് ഒരു പ്രാവശ്യം ഒന്ന് പോയപ്പോഴത്തേനും അവൾ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി, ഇനി അവർ എപ്പോഴും കാണുകയാണെങ്കിൽ അവർ തമ്മിൽ എന്തായാലും ഇഷ്ടത്തിലാവും, ഞാൻ പുറത്താവുള്ളൂ,
അങ്ങനെയൊക്കെ യാൻഫൈ പറയുമ്പോൾ ലില്ലി പറയാണ്, അതെന്താ കുഴപ്പം, നീ നിന്റെ ലവറുള്ള തല്ലിന് എന്തിനാ വെറുതെ പാവം ലെമൻ കമ്പനി ഉൾപ്പെടുത്തണ, ലെമൻ കമ്പനി വേറെ ബൈസീറോളം വേറെ, അപ്പോൾ നമുക്കിത് സിനിമ ആക്കാലേ എന്ന് പറയുമ്പോൾ നോ അത് പറ്റില്ല എന്ന് യാൻഫൈ തറപ്പിച്ച് പറയുന്നു. അപ്പോൾ ലില്ലി എന്താടാ, ഞാൻ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, നമ്മൾ എത്ര നാളായി ഒന്നിച്ച്, എന്നിട്ട് നീ നോന്നാണോ പറയണേ, ഞാൻ നിന്നോട് ഇങ്ങനെ കെഞ്ചിന് എന്നിട്ട് നീ നോന്നാണോ പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ യാൻഫൈ പറയാണ് നോന്ന് പറഞ്ഞാൽ ഞോ, ഇനിയിപ്പോൾ നീ കൂടുതലൊന്നും പറയണ്ട എന്ന് പറയുന്നു. അപ്പോൾ ലില്ലിക്ക് ദേഷ്യം വന്നിട്ട് അവൾ ഓ നിൻ്റെ ഒരു വലിയ കഥ, ഈ ലോകത്ത് നിൻ്റെ കഥ മാത്രമല്ലേ ഉള്ളത്, എത്ര നല്ല കഥകൾ വേറെ ഉണ്ടാവുന്ന, നിൻ്റെ കഥ ഞങ്ങൾക്ക് വേണ്ടതാന്ന് പറഞ്ഞിട്ട് ലില്ലി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. പിന്നെ കാണിക്കുന്നത് ലില്ലിയുടെ ഓഫീസ് റൂമിലാണ്. അവിടെ സാനു ഉണ്ട്. സാനു ലില്ലിയും കൂടി ഒന്നിച്ചല്ലേ പ്രോജക്റ്റിൻ്റെ കാര്യമൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ സാനിൽ ലില്ലി ആ പ്രോജക്റ്റ് കാട്ടി കൊടുത്തിട്ട്, അതായത് യാൻഫൈഡ് ആക്കാതെ കാട്ടി കൊടുത്തിട്ട്, നോക്കിയാൽ ഇത് നല്ല കഥയാണ്, എല്ലാവർക്കും കാട്ടി കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടമായി, പക്ഷെ ഒരു കുഴപ്പമുണ്ട്, യാൻഫൈ മാത്രം അത് സമ്മതിക്കണില്ല, അവൻ ഇത് ആദ്യമേ വിറ്റിട്ടുണ്ട്, ഇനി അവൻ്റെ സൈനില്ലാതെ ഒന്നും നടക്കില്ല എന്നൊക്കെ പറയുമ്പോൾ സാൻ പറയണം അത് കുഴപ്പമില്ല, അതൊക്കെ ഞാൻ ഏറ്റു, ആശാന് വിട്ടതാന്ന് പറയുമ്പോൾ ലില്ലി പറയാണ് പിന്നെ നീ എന്താ ചെയ്യാൻ പോണേ, അവൻ എന്തായാലും തരാനൊന്നും പോകുന്നില്ല എന്ന് പറയുമ്പോൾ സാൻ പറയാണ് നീ അതിനെക്കുറിച്ചൊന്നും അറിയണ്ട, എനിക്ക് യാൻഫൈനെ മുന്നേ അറിയാം, അവൻ എത്ര നല്ല പയ്യനാണെന്ന് അറിയോ, ഞാൻ സെറ്റാക്കിക്കൊണ്ട് അതൊക്കെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്ന് രാത്രി അവനക്ക് വേണ്ടി നമുക്കൊരു പാർട്ടി അറേഞ്ച് ചെയ്യണം, ആ പാർട്ടി വെച്ചിട്ട് അവനെ കൊണ്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്യിപ്പിക്കുക, ഒരാണിൻ്റെ മനസ്സേ വേറൊരാണിനെ മനസ്സിലാവും എന്നൊക്കെ പറയുന്നു. അങ്ങനെ സാനും ലില്ലിയും കൂടി യാൻഫൈനെ കാണാൻ പോകുന്നുണ്ട്. സാനിരുന്ന് യാൻഫൈക്ക് ഇങ്ങനെ വീശി കൊടുക്കുകയാണെങ്കിൽ കാറ്റൊക്കെ കിട്ടാൻ വേണ്ടി യാൻഫൈ ലാപ്ടോപ്പിൽ എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ലില്ലിയാണെങ്കിൽ അപ്പുറത്തിരുന്ന് നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേടാ, നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേടാ ഇതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. വൈകുന്നേരം ഞാൻ നിനക്കൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നമുക്ക് അവിടെ പോയിട്ട് അടിച്ച് പൊളിക്കാമെന്ന് പറയുമ്പോൾ യാൻഫൈ പറയാണ് നീ ഒന്നും പ്രതീക്ഷിച്ചിട്ട് എനിക്ക് ഒന്നും തരാൻ നിൽക്കണ്ട, ആ ബുക്ക് ഞാൻ തരുന്നില്ല, നിങ്ങൾ വർക്ക് ചെയ്യണ്ടെന്ന് പറയുമ്പോൾ സാനോടെ കയറിയിട്ട് ബ്രദർ നിനക്ക് എന്നെ വിശ്വാസമില്ലേ, ഞാൻ നിന്നോട് കള്ളം പറയൂല, നിന്നെ എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാർട്ടി അറേഞ്ച് ചെയ്തേക്കാം, അല്ലാണ്ട് ഞങ്ങൾക്ക് വേറെ ഒരു ഉദ്ദേശമില്ല, അങ്ങനെ വേറെ എന്തെങ്കിലും ഉദ്ദേശം ഞാനൊരു പട്ടിയാ എന്ന് പറയുന്നു. ഐ എം എ ഡോഗ് എന്ന് പറയുമ്പോൾ ലില്ലി അതൊക്കെ ശ്രദ്ധിച്ചിരുന്നിട്ട് ആ അവനൊരു പട്ടിയാ നീ ഒരു പട്ടിയാന്ന് പറയുമ്പോൾ സാൻ അവിടെ നിന്ന് കണ്ണോണ്ടിട്ട് അങ്ങനെ പറയല്ലേ എന്ന് പറയുന്നു. അപ്പോൾ ലില്ലി ആ നീ പട്ടിയല്ലേ, നീ നല്ല കുട്ടിയാ എന്ന് പറയുന്നു. അപ്പോൾ സാൻ പറഞ്ഞുകൊണ്ടിരുന്ന് തോന്നുന്നു യാൻഫൈ പറയാണ് ആ ബ്രദർ നിങ്ങളെനിക്ക് വിശ്വാസമാണ്, നിങ്ങൾക്ക് എൻ്റെ എല്ലാ ഫീലിങ്സും അറിയാമല്ലോ, അതുകൊണ്ട് നിങ്ങൾ വിളിച്ചുകൊണ്ട് മാത്രം ഞാൻ പാർട്ടിക്ക് വരാമെന്ന് പറയുന്നു. യാൻഫൈ മോളിൽ കൂടെ ഇട്ട് ആ ഷർട്ട് ഊരിയിട്ട് ഉള്ളിൽ വേറൊരു ഷർട്ട് ഉണ്ടായി, അത് മാത്രം ഇട്ടിട്ട് ഭയങ്കര മോഡലായിട്ട് നിന്നിട്ട് ഇപ്പം എങ്ങനെയുണ്ട് എന്നെ കാണാൻ പാർട്ടിക്ക് പോകാനുള്ള ലുക്കായെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ രണ്ടുപേരും ആ സൂപ്പറാണ്, ഇപ്പോൾ കാണാൻ സൂപ്പറാണെന്നൊക്കെ പറയുന്നു. ഈ പാർട്ടിയാണ് കാണിക്കുന്നത്. പാർട്ടിയിൽ എല്ലാവരും ഉണ്ട്, അതായത് എംപ്ലോയീസ് എല്ലാവരും ഉണ്ട്, ഇല്ല സാനുണ്ട്, ലില്ലി ഉണ്ട്, ടിങ് ടോങ് ഉണ്ട്, പിന്നെ കുറേ വർക്കേഴ്സ് ഉണ്ട്. അവരിങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും. സാനും ലില്ലിയും കണ്ണുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ഒക്കെ ആക്ഷൻസ് കാണിക്കുന്നുണ്ട്. അത് യാൻഫൈനൊന്ന് മയക്കാനായിട്ട് കണ്ണുകൊണ്ട് എന്തോ ഒരു ആക്ഷൻ കാണിച്ചപ്പോൾ ലില്ലി യാൻഫൈനെ കൊണ്ട് ഒരു സോഫയെ കൊണ്ട് ഇരുത്തുന്നു. എന്നിട്ട് അവൾ പറയാണ് നമ്മ എപ്പോൾ തൊട്ടുള്ള ഫ്രണ്ട്സാ, നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, നിനക്ക് ഓർമ്മയില്ല നീ ക്ലാസ്സിൽ ലേറ്റായി വരുമ്പോൾ ഞാനല്ലേ ഡോർ ഓർന്ന് തരാറ്, പിന്നെ നിൻ്റെ ഹോംവർക്ക് ഒക്കെ ഞാനല്ലേ ചെയ്ത് തരാറ്, പിന്നെ എന്താ നിനക്ക് എന്നോടൊരു സ്നേഹമില്ലാത്ത, എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ നീ വേണ്ട എൻ്റെ കൂടെ നിൽക്കാൻ എന്നൊക്കെ സെൻറ്റിമെൻ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതൊന്നും കേൾക്കുന്നില്ല. യാൻഫൈ അവിടെ നിന്ന് എണീറ്റ് പോകുമ്പോൾ സാൻ ഒരു കോൺട്രാക്ട് പേപ്പർ പിന്നിലായി വെച്ചിട്ട് യാൻഫൈയുടെ അടുത്തേക്ക് പോയിട്ട് ബ്രദർ എൻ്റെ ജെന്നിഫറിനെ നീ കണ്ടിട്ടില്ലേ, അവളെ കാണാൻ എങ്ങനെയുണ്ട്, സൂപ്പറല്ലേ, നീ ഈ കോൺട്രാക്ട് സൈൻ ചെയ്യാമെന്ന് വെച്ചാൽ നിന്നെ ഞാനൊരു റെയ്ഡിന് കൊണ്ടുപോകാമെന്ന് പറയുന്നു. അപ്പോൾ യാൻഫൈ എനിക്ക് അപ്പോഴേ അറിയായിരുന്നു എന്തെങ്കിലും കാര്യം കാണാനായിട്ടാണ് ഇത് ചെയ്യണേന്ന്. ബ്രദർ നിങ്ങൾ എന്നോട് നുണ പറയുന്നത് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ സാൻ പറയാണ് അയ്യോ ഞാൻ നിന്നോട് നുണ പറഞ്ഞിട്ടൊന്നുമില്ല അതും അറിയുന്നു. അങ്ങനെ യാൻഫൈ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ലില്ലി വന്ന് അവനെ പൊക്കിയിട്ട് പിന്നെ ആ സോഫയെ കൊണ്ട് ഇരുത്തുന്നുണ്ട്. അങ്ങനെ അവസാനം ലില്ലി കുറേ പറഞ്ഞ് യാൻഫൈ പറയണം ഓക്കെ നിനക്ക് പ്രൊജക്റ്റ് വേണമെങ്കിൽ നീ എടുത്തോ, എൻ്റെ സ്റ്റോറി നീ എടുത്തോ, പക്ഷേ എനിക്ക് നിൻ്റെ സിസ്റ്ററിനാണ് വേണ്ടത്, സിയാറാൻ എന്നോട് വന്ന് സോറി പറയണം എന്നാലേ ഞാനത് തരൂ എന്ന് പറയുന്നു. അപ്പം തന്നെ ലില്ലി അതിനും ഭേദം നിനക്ക് എന്നെ കൊന്നളയുന്നതാ, അവൾ ആരുടെ മുന്നിലും താഴൂല, അവൾക്ക് ശരിയും തെറ്റും എന്താണെന്ന് പോലും അറിഞ്ഞൂടാ, നിനക്ക് അറിയാമെന്നല്ലാതെ നീ ഒരു കാര്യം ചെയ്യും ഞാൻ പോയി സിയാറാമെന്ന് വെച്ചാൽ വന്നിട്ട് എന്നെ നന്നായിട്ട് ഇടിച്ചോ എന്ന് പറയുമ്പോൾ യാൻഫൈ കിട്ടിയ ചാൻസ് മുതലാക്കി കൈ ചുരുട്ടി അവൾ ഇടിക്കാൻ വരുമ്പോൾ അവൾ കൈ പിടിച്ചിട്ട് അയ്യോ ഞാനത് തമാശക്ക് പറഞ്ഞല്ലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കാൻ വരണോ എന്ന് പറയുന്നു. അപ്പം ലില്ലി പറയാണ് എന്നാലും ഞങ്ങൾ രണ്ടുപേരും കാണാൻ ഒരുപാടല്ലേ, അപ്പം ഞാൻ സിയാറാമെന്ന് നീ വിചാരിച്ചോ, നമുക്ക് ക്രോസ് ആയിട്ട് വയം കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ലില്ലിയും യാൻഫൈയും കൂടെ അവർ രണ്ടുപേരും കൈ ഇടയിലൂടെ കിടത്തിയിട്ട് രണ്ടുപേരും ഇങ്ങനെ വയം കുടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് അവിടേക്ക് വരുന്നത്. വന്നിട്ട് ഇതിങ്ങനെ നോക്കി ദേഷ്യത്തോടുകൂടി നിൽക്കില്ല, എന്നെ കണ്ടതും എല്ലാ വർക്കേഴ്സും അല്ലേ നിങ്ങൾ വന്നോ നിങ്ങളുണ്ടോ പാർട്ടിയിൽ എന്നൊക്കെ ചോദിക്കുന്നു. ലില്ലി പെട്ടെന്ന് ആ സൗണ്ട് കേട്ടിട്ടില്ല എൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൾ ആകെ
ചമ്മി നിൽക്കുന്നു. അവൾ ആകെ പേടിച്ച് നിൽക്കുകയാണ്. ലേ ആണെന്ന് വെച്ചാൽ അവളെ തന്നെ ഇങ്ങനെ കണ്ണും തുറപ്പിച്ച് നോക്കി നിൽക്കുന്നു. അവനങ്ങനെ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് നേരെ അവന് വീട്ടിൽ വരുമ്പോൾ പിന്നാലെ ലില്ലി ഓടി വരുന്നുണ്ടെന്നാ തോന്നുന്നത്. അവർ രണ്ടുപേരും അങ്ങനെ സോഫയിലിരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലേ അപ്പോഴും ഭയങ്കര ദേഷ്യത്തിലാണ്. ലില്ലി അവനെ സമാധാനിപ്പിക്കാനായിട്ട് കുറേ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ലില്ലി ലയനോട് ചോദിക്കുകയാണ്, എന്നാലും നിനക്ക് എങ്ങനെ മനസ്സിലായി ഞാൻ ഈ പാർട്ടിയിലുണ്ടെന്ന്? ആ സ്ഥലമൊക്കെ നിനക്ക് എങ്ങനെ മനസ്സിലായി? എന്നാലും അത് അത്ഭുതമാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലേ അവൻ്റെ ഫോൺ എടുത്തിട്ട് ഒരു മെസ്സേജ് കാട്ടി കൊടുക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ അന്നൊരു ദിവസം ലയൻ്റെ ക്രെഡിറ്റ് കാർഡല്ലേ ലില്ലിക്ക് ഉപയോഗിക്കാനായിട്ട് കൊടുത്തിരുന്നത്. അതിൽ നിന്നാണ് അവളെല്ലാ ചിലവും നോക്കിയത്. അപ്പോൾ അതിൽ നിന്ന് ലില്ലി പൈസ എടുക്കുമ്പോൾ ഒക്കെ ലയൻ്റെ ഫോണിലേക്ക് മെസ്സേജ് വന്നിരുന്നു. അങ്ങനെ ലില്ലി പാർട്ടിക്ക് വേണ്ടി ഒരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്തിരുന്നല്ലോ, അതിൻ്റെ മെസ്സേജ് ലയൻ്റെ ഫോണിലേക്ക് പോയിരുന്നു. അങ്ങനെയാണ് ലയക്ക് ലില്ലി അവിടെ ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പം ലില്ലി ആകെ സങ്കടത്തിൽ, എനിക്കിപ്പോഴാണ് മനസ്സിലായിരുന്നത് നീ ഞാൻ ചിലവാക്കുന്ന പൈസക്കൊക്കെ കണക്ക് വെച്ചിട്ടുണ്ടല്ലേ നിന്റെ ഫോണിക്ക്, അത് വരുന്ന വിധത്തിൽ നീ സെറ്റ് ചെയ്ത് വെച്ചേക്കാണല്ലേ എന്നൊക്കെ ചോദിച്ച് സങ്കടപ്പെട്ട് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുമ്പോഴാണ് ലയ പറയുന്നത്, ഞാനത് പറഞ്ഞോ, ഞാൻ നിന്നോട് പറഞ്ഞോ എൻ്റെ പൈസ നീ എടുക്കുമ്പോൾ എനിക്ക് വിഷമാണെന്ന്? നീ എൻ്റെ ക്രെഡിറ്റ് കാർഡ് ഓരോ തവണ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് സന്തോഷമാണെന്ന് അറിയോ? അതിനൊന്നല്ല ഞാൻ ദേഷ്യപ്പെട്ടെന്ന് ലയ പറയുമ്പോൾ ലില്ലി തിരിഞ്ഞു നിന്നിട്ട്, അപ്പോൾ പിന്നെ നീ എന്തിനാ അങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ ലയ പറയാണ്, എന്തിനാണെന്ന് നിനക്ക് അറിയൂല അല്ലേ? ഒരു ക്രോസ് കപ്പ് വൈന് നിങ്ങൾ രണ്ടുപേരും കൈയിൻ്റെ ഇടയിൽ കൂടെ കിടത്തിയിട്ട് വൈൻ കുടിക്കുന്ന നിങ്ങൾ എന്താ വല്ല ലവേഴ്സാണോ എന്ന് ചോദിക്കുമ്പോൾ ലില്ലി പറയണം, അയ്യോ സോറി, നീ വെറുതെ ദേഷ്യപ്പെടില്ല, എന്നെ തെറ്റിദ്ധരിക്കല്ല, ഞാൻ എന്താണ് കാര്യം നിനക്ക് പറഞ്ഞു അപ്പോൾ നിനക്ക് മനസ്സിലാവും. നീ എന്താ വിചാരിച്ചേ ഞാൻ പാർട്ടി എൻജോയ് ചെയ്യാൻ വേണ്ടി പോയതാണെന്നാ? എല്ലാ ഞാൻ ഫൈൻ എങ്ങനെയെങ്കിലും സോപ്പിട്ട് ആ കോപ്പി റൈറ്റ് ആ സ്റ്റോറി അവൻ്റെ നിന്ന് വാങ്ങിയെടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്, അല്ലാണ്ട് ഞാൻ എൻജോയ് ചെയ്യാൻ വേണ്ടി പോയതൊന്നും അല്ല. അപ്പം ഞാനായിരുന്നില്ല, അപ്പം ഞാൻ വൈസിയോറാമായിട്ട് അഭിനയിക്കുകയായിരുന്നു. പിന്നെ നിനക്ക് അറിയാലോ ഞാൻ ഫേക്ക് എന്നെ ഇഷ്ടമൊന്നുമില്ല, അവനക്ക് സിയോറാനെ തന്നെ ഇഷ്ടം എന്നൊക്കെ പറയുന്നു. അത് കേട്ടിട്ടില്ല എൻ്റെ ദേഷ്യം ഒന്നും മാറുന്നില്ല അല്ലേ പറയാണ്, ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ ലില്ലി പറയാണ്, സത്യമായിട്ടും ഇനി എന്തായാലും ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല, ഞാൻ ഇനി അങ്ങനെയൊന്നും ചെയ്യൂല എന്ന് പറയുന്നു. എന്നിട്ടില്ല എൻ്റെ ദേഷ്യം മാറുന്നില്ല. അപ്പോൾ ലില്ലി ചോദിക്കുകയാണ്, ഇനി ഞാൻ നിൻ്റെ ദേഷ്യം മാറാനായിട്ട് എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അല്ലേ പറയാണ്, അത് നിൻ്റെ പെർഫോമൻസ് പോലെ എന്ന് പറഞ്ഞ് അല്ലേ അവൻ്റെ കവിള് ലില്ലിക്ക് നേരെ നീട്ടുമ്പോൾ അതായിരുന്നല്ലേ എന്ന് പറഞ്ഞിട്ട് ലില്ലി ലാൻ്റെ കവിളിൽ ഒരു ഉമ്മ കൊടുക്കുന്നു. അപ്പോഴല്ല എൻ്റെ പിണക്കം മാറാതെ അവൻ പറയണം, തീർന്നാ ഇത്ര ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ നിനക്കെന്താ ഇനിയും വേണമെന്ന് പറഞ്ഞിട്ട് ലില്ലി രണ്ടും കൊടുക്കുന്നു. അതും മതിയാവാണ്ട് ദേഷ്യപ്പെട്ടിരിക്കുന്ന കണ്ടിട്ട് ലില്ലി നിനക്ക് ഇതും പോരെ എന്ന് പറഞ്ഞിട്ട് നിർത്താതെ കവിളിൽ ഉമ്മ കൊടുക്കുമ്പോൾ അല്ലേ പറയണ, മതി ഇത് തന്നെ ധാരാളം എന്ന് പറഞ്ഞ് കവിള് തുടയ്ക്കുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അങ്ങനെയല്ല എൻ്റെ പിണക്കൊക്കെ മാറിയില്ല, എൻ്റെ കയ്യും പിടിച്ച് കെട്ടിപ്പിടിച്ചോട്ട് ഇരിക്കുന്ന നേരെ പറയാണ്, നിനക്ക് ആ കോപ്പി റൈറ്റ് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റണില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നീ ഇങ്ങനെയും കൂടി കൂട്ടിക്കോ, അവൾ നല്ല എക്സ്പെർട്ടായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തോളെന്ന് പറയുമ്പോൾ ലില്ലി അവിടെ നിന്ന് ചാടി പറഞ്ഞ് എണീറ്റിട്ട്, അതിനൊന്നും ആവശ്യമില്ല, ഡ്യൂട്ടി ഏൽപ്പിച്ചേക്കണ ആരാണ്? എന്നെയും സേനയല്ലേ, ഞങ്ങൾ രണ്ടുപേരും അത് നോക്കിക്കൊണ്ട് വേറെ ഒരാളും വേണ്ട, എനിക്കിത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഈ കമ്പനിയിൽ നിന്ന് തന്നെ വേഗം പൊക്കൊണ്ട് ഞാൻ പിന്നെ ഇവിടെ വർക്ക് ചെയ്യൂല എന്നൊക്കെ ലില്ലി പറയും. അത് കേട്ടിട്ടില്ലേക്ക് ലില്ലി പോവേണ്ടി വരുമോ എന്ന് ഡൗട്ട് തോന്നിയിട്ടാണെന്ന് തോന്നുന്നു. അവൾ എപ്പോഴും അവളുടെ 3 വിരലും പൊക്കി പിടിച്ച് നിൽക്കൂലേ പ്രോമിസ് ചെയ്യുമ്പോൾ അതുപോലെ നിൽക്കുകയായിരുന്നു. അപ്പം വേഗം അവളുടെ ആ 3 വിരലും താഴ്ത്തി വെക്കുന്നുണ്ട്. അങ്ങനല്ലേ അതിനെ സമ്മതിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസമാണെന്ന് തോന്നുന്നു ലില്ലി വീണ്ടും യാൻഫൈനെ സമ്മതിപ്പിക്കാനായിട്ട് അവൻ്റെ അടുത്ത് പോയി ഇരിക്കുകയാണ്. അവനേതോ ലൈബ്രറിയിലിരുന്ന് എന്തോ ഒക്കെ നോട്ട് ചെയ്തുകൊണ്ടിരിക്കും. ലില്ലി ചെന്നിട്ട്, യാൻഫൈ നീ എൻ്റെ നല്ല ഫ്രണ്ട് അല്ലേ, കോപ്പി റൈറ്റ് എനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നല്ല എൻ്റെ മുന്നിൽ ഞാനൊരു മനുഷ്യജീവിയേ അല്ല, നിൻ്റെ ഫ്രണ്ട് ഒരു പട്ടിയോ പൂച്ചയാവുന്നത് കാണാൻ നിന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ യാൻഫൈ പറയാണ്, പട്ടിയും പൂച്ചയൊക്കെ നിന്നെക്കാളും എന്തൊരു ക്യൂട്ടാ, വെറുതെ നീ അവരിങ്ങനെ അഭിമാനിപ്പിക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ ലില്ലി ദേഷ്യത്തിൽ, നീ എന്ത് സാധനം, ഞാൻ നിനക്ക് എന്ത് ചെയ്താലാ നീ അതെനിക്കൊന്ന് തരാമെന്നൊക്കെ ചോദിക്കും. യാൻഫൈ പറയാണ്, ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞില്ലേ, എന്താ പറഞ്ഞേ, നിൻ്റെ സിസ്റ്റർ ഇവിടെ വരട്ടെ, അങ്ങനെയാണെങ്കിൽ ഞാൻ തരാം, അവൾ വന്ന് എന്നോട് സോറി പറയട്ടെ, അങ്ങനെയാണെങ്കിൽ തരാമെന്ന് പറയുമ്പോൾ ലില്ലി ചിരിച്ചിട്ട്, നീ ഇപ്പോഴും കുടിച്ചിരിക്കുകയാണ്, നിനക്ക് അറിയുന്നതല്ല അവൾ വരില്ലാന്ന്, നീ ഒരു കാര്യം ചെയ്യും, ഞാനെന്ത് ചെയ്യാറാന്ന് വെച്ചാൽ ഞാൻ സോറി പറയാണ് നിന്നോട്, അത് പോരെ എന്ന് ചോദിക്കുമ്പോൾ യാൻഫൈ പറയാണ്, നീയും വിചാരിക്കേണ്ട ഞാനിപ്പോൾ കുടിച്ചിരിക്കുകയാണെന്ന്, നീയല്ല അവൾ വേണം സോറി പറയാമെന്ന് പറയുന്നത് കേട്ടിട്ട് ലില്ലി, ഞാൻ വേണമെങ്കിൽ താഴെ കിടന്ന് നിന്റെ കാല് പിടിക്കുക പ്ലീസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ടാബിലേക്ക് വീണിട്ട് കാലിൽ വീഴുന്ന പോലെ കിടക്കുന്നു. അപ്പോൾ യാൻഫൈ ചോദിക്കുകയാണ്, നിനക്ക് നാണില്ല ഇങ്ങനെയൊക്കെ ചെയ്യാൻ, നീ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല, നീ സോറി ചോദിച്ചിട്ടും കാര്യമില്ല, ആരാണെന്ന് സോറി ചോദിക്കാതെ ഞാനത് തരില്ല എന്ന് യാൻഫൈ തറപ്പിച്ച് പറയുന്നു. ലെമൺ കമ്പനിയിലാണെന്ന് വെച്ചാൽ ഡിങ്ഡ അങ്ങനെ നടന്നു വന്ന അവളുടെ സീറ്റിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവളുടെ സീറ്റിലിരിക്കുമ്പോഴത്തേനും അപ്പോഴത്തേനും നിരങ്ങി അവളുടെ അടുത്തേക്ക് വരുന്ന ആളായിരുന്നു കേട്ടോ. ഇപ്പോൾ അവൾ അവിടെ വന്നിരുന്നിട്ട് അവൻ മൈൻഡ് ചെയ്യുന്നില്ല, അവൻ എന്തോ ബുക്കിലൊക്കെ ഇങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കും. സാന ഡിങ്ഡോങ്ങിൻ്റെ അടുത്തേക്ക് വരാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഡിങ്ഡോ നിരങ്ങി സാൻ്റെ അടുത്ത് പോയിട്ട് എത്തിച്ച് അവൻ എന്താ എഴുതുന്നതെന്ന് നോക്കുന്നുണ്ട്. അപ്പം സാൻ അതൊന്നും കാണാതെ അവൻ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്, അവൻ ആ വർക്കിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡിങ്ഡോങ് അവൻ്റെ കയ്യിൽ നിന്ന് ആ ബുക്ക് തട്ടിപ്പറിച്ചിട്ട് എന്താ അതിലൊന്നും നോക്കാം. അത് കണ്ടിട്ട് അവൾ ആകെ ഞെട്ടിപ്പോയി. അതിലെന്താ എഴുതിയേക്കുന്നതെന്ന് വെച്ചാൽ യാൻഫൈനെ കൊണ്ട് കോൺട്രാക്റ്റ് ഒപ്പിടിക്കാൻ 108 വഴികൾ. 1ാമത്തെ വഴി ഹണി, 2ാമത്തെ വഴി കിഡ്നാപ്പ് ചെയ്തിട്ട് അവനെ പേടിപ്പിക്കുക,
മൂന്നാമത്തെ വഴി അവൻ്റെ തലമണ്ടടിച്ച് പൊട്ടിക്കുക. ഇത് മൂന്നുമാണ് അവൻ എഴുതി വെച്ചിരുന്ന വഴികൾ. 8 പോലും കംപ്ലീറ്റ് ചെയ്യാൻ സാനെ കൊണ്ട് പറ്റിയിട്ടില്ലേ. ഡിങ്ഡോങ് ആണെങ്കിൽ അത് വായിച്ചിട്ട് നീ എന്തൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ സാൻ പറയണം, ഇതെൻ്റെ പ്രൊഫഷണലായിട്ട് റിസർച്ച് ചെയ്ത് ഞാൻ കണ്ടെത്തിയ വഴികളാണ്. യാൻഫെയിനെ കൊണ്ട് ഞാനത് സൈൻ ചെയ്യിപ്പിക്കുന്നു പറയുമ്പോൾ ഡിങ്ഡോങ് പറയാണ്, നടന്നു തന്നെ. ഈ വഴികളൊക്കെ ഇതിനു മുമ്പ് ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ, നീ തന്നെ ഉണ്ടാക്കിയാണോ ഇത് എന്ന് ചോദിക്കുമ്പോൾ സാൻ പറയണോ, നീ ഇതിനു മുമ്പ് ഇതൊക്കെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ എന്നെ പോലെ ചിന്തിക്കുന്ന എത്ര പേര് ഈ ലോകത്തുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എൻ്റെ വിന്നിങ് സ്ട്രാറ്റജീസാ, ഇതുകൊണ്ടാണ് ഞാൻ വിജയിക്കാൻ പോണേന്നൊക്കെ സാം പറയുന്നതായിട്ട് ഡിങ്ഡോങ് ഇത് വിന്നിങ് സ്ട്രാറ്റജീസ് അല്ല, ഇതെന്തിനുള്ള വഴികളാണെന്നറിയോ? എങ്ങനെ ഒരാൾക്ക് ജയിലിൽ പോകാം എന്നതിനുള്ള വഴികളാണ് ഇത്. നീ ഇതൊക്കെ മാറ്റി വേറെ വല്ലതും ചെയ്യിച്ചേക്കാന്ന് പറഞ്ഞ് ഡിങ്ഡോങ് അവളുടെ വർക്കിൽ മുഴുകിയിരിക്കുമ്പോൾ ഞാൻ പറയണം, അപ്പോൾ ഇത് കൊള്ളൂലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെ പോലീസുകാർ പിടിച്ചിട്ട് പോകുള്ളൂ, വെറുതെ ഇങ്ങനത്തെ ഉടായ്പ പണിയൊന്നും ഒപ്പിക്കാതെ മര്യാദക്ക് വർക്ക് ചെയ്യുന്ന ഡിങ്ഡോങ് പറഞ്ഞിട്ട് അവളുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയണം, എൻ്റെ തലമണ്ടയിൽ ഇപ്പോൾ ഒരു ബുദ്ധി വരുന്നില്ല, എങ്ങനെയെങ്കിലും ചിന്തിച്ചൊരു വഴി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ തളർന്ന് ആ ടേബിളിൽ കിടക്കും. സിയോറാൻ്റെ വീട്ടിലാണെങ്കിൽ ലില്ലി ഇനി സിയോറാനെ കൺവിൻസ് ചെയ്യാൻ പോയേക്കാണ്. ലില്ലി പറയാണ്, യാൻഫെയ് തീരെ സമ്മതിക്കണില്ല, ഇനി നമ്മൾ എന്താ ചെയ്യുക, വർക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ സ്റ്റോറി തുടങ്ങാനൊന്നും പറ്റൂലല്ലോ എന്നൊക്കെ പറയുമ്പോൾ സിയോറ ഭയങ്കര ഗൗരവത്തിൽ തന്നെ ടാബിൽ എന്തോ നോക്കിയിട്ട്, യാൻഫെയ് അത് വിൽക്കാൻ ഉദ്ദേശിക്കണില്ലെങ്കിൽ അത് നമുക്ക് വേണ്ട, അവൻ്റെ വർക്ക് മാത്രമല്ലല്ലോ വേറെ കുറേ വർക്കുകളുണ്ട്, ഇത് നീ ഒന്ന് നോക്കിയേ എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്റ്റോറി ടാബിൽ നിന്ന് എടുത്തിട്ട് അത് ലില്ലിക്ക് കാട്ടിക്കൊടുക്കാണ്. ലില്ലിക്ക് അത് വായിച്ച് നോക്കിയിട്ട് ഓക്കെയാണ്, ബട്ട് യാൻഫെയുടെ കഥയുടെ അത്രക്ക് പോരാ. അപ്പോൾ ലില്ലി പറയാണ്, എന്താടി നീ ഒന്ന് സോറി പറഞ്ഞാൽ പോരെ, നല്ല സിസ്റ്ററല്ലേ, നീ ഒരു സോറി പറഞ്ഞാൽ മതി, അപ്പോൾ നമുക്ക് അവൻ്റെ കഥ കിട്ടൂലേ, ഞാനിപ്പോൾ ബിസിനസ് തുടങ്ങിയിട്ടല്ലോ, മുന്നേ എൻ്റെ കരിയർ പാഴാക്കി കളയല്ലേ, നീ ഒന്ന് വിചാരിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ കയറാൻ പറയാണ്, അതെന്തായാലും നടക്കൂല, നീ അത് വിചാരിച്ച് നടക്കണ്ട, നമുക്ക് ഇത് ചെയ്യാം എന്ന് പറയുന്നു. അതൊന്നും നടക്കാത്തതെന്ന് തീർത്തോണ്ട് ലില്ലി സൈഡിലേക്ക് തിരിയുമ്പോൾ അവൾ ആ പെയിൻറ്റിങ് കാണുന്നുണ്ട്. അവൾ ദേഷ്യത്തിൽ, ഇതാ മറ്റേ സുഹാൻ തന്ന പെയിൻറ്റിങ് അല്ലേ, അതെന്തിനാ നീ ഇവിടെ കൊണ്ടുവച്ചേക്കണേ, അവനിപ്പോൾ തിരിച്ചു വന്നേക്കണ്, എന്നിട്ടൊരു പെയിൻറ്റിങ് തന്നേക്കണ്, ഒരു രസമില്ലാത്ത പെയിൻറ്റിങ് എന്ന് പറഞ്ഞ് സിയാറാനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സിയാറാൻ പറയാണ്, ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രം അല്ലാണ്ട് വേറെ ഒന്നും അല്ല എന്ന് പറയുമ്പോൾ ദേഷ്യത്തിൽ തന്നെ പറയാണ്, ജസ്റ്റ് ഫ്രണ്ട്സ് തരുന്ന പെയിൻറ്റിംഗ് ആണ് ഈ കാണുന്നത്, എന്ത് വൃത്തിയുടെ പെയിൻറ്റിംഗ്, ഇങ്ങനത്തെ പെയിൻറ്റിംഗ് ആണോ ജസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ തരണേ, അല്ലെങ്കിൽ ജസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ യാൻഫെയ് എന്തിനാ ദേഷ്യപ്പെട്ടു പോണേ, അവൻ അങ്ങനെ ഒന്നും ദേഷ്യപ്പെടില്ല, നിനക്ക് മാച്ച് യാൻഫെയ് തന്നെയല്ല സിസ്റ്റർ, നീ അവനായിട്ട് ഒഫീഷ്യലായിട്ട് ബോയ് ഫ്രണ്ട് അവനാണ് നിന്റെ ബോയ് ഫ്രണ്ട് എന്ന് എല്ലാവരോടും പറയുന്നൊക്കെ പറയുമ്പോൾ സിയാറാൻ പറയണം, അതിപ്പോൾ പറയേണ്ട ആവശ്യമില്ല, ഞങ്ങൾ തമ്മിൽ ഒരു ഒത്തുധാരണ അത് അവനക്കറിയാം, പിന്നെ അവൻ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ആരും അവനെ ഫോഴ്സ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അവനൊരു അഡൾട്ടാണ്, അവനക്ക് എവിടെ നിൽക്കണം എവിടെ നിൽക്കണ്ട എന്നൊക്കെ തീരുമാനിക്കാനുള്ള അർഹതയുണ്ട്, അവകാശമുണ്ട് എന്നൊക്കെ സിയാറാൻ പറയുമ്പോൾ ലില്ലി ഇനി എന്താ ചെയ്യാന്ന് ആലോചിച്ച് പിന്നെ തിരിയുമ്പോൾ കാണുന്ന ആ പെയിൻറ്റിങ്ങാണ്. അപ്പോൾ അവൾ വീണ്ടും വൃത്തിയിട്ട പെയിൻറ്റിങ് എന്ന് പറഞ്ഞ് വീർത്തോണ്ടിരിക്കുന്നു. പിന്നെ കാണിക്കുന്നത് യാൻഫെയിനെയാണ്. അവനൊരു ഹോട്ടൽ റൂമിൽ ഇരിക്കുകയാണ്, ആരോട് എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെന്താന്ന് വെച്ചാൽ അവൻ പറയാണ്, നീ എന്തായാലും എന്നോട് ഇത്ര ക്ഷമ ചോദിച്ചല്ലേ, അതുകൊണ്ട് മാത്രം ഞാൻ നിന്നോട് ക്ഷമിച്ചേക്കണം. പിന്നെ ഒരു കാര്യം, ഇനി നീ അവനെ കാണാനാണ് പുറപ്പാട് അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാനാണ് പുറപ്പാടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിന്നെ നോക്കാണ്ട് പോകട്ടാന്നൊക്കെ അവൻ ഫ്രണ്ടിൽ നോക്കിയിട്ട് ആരോടോ പറയുന്നത്. നമ്മളെ ഫ്രണ്ടിൽ ആരായിരിക്കുന്നതെന്ന് കാണിക്കുമ്പോൾ അവിടെ ഒരു ഒഴിഞ്ഞ കസാരയായിരിക്കും. അവനൊരു ഹോട്ടലിൽ വന്ന് സിയാറാം ഇപ്പം അങ്ങോട്ട് വരുന്നു തോന്നുന്നു, അതിന് വേണ്ടി ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. സിയാറാനോട് എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ ടൈം നോക്കിയിട്ട് അവൻ പറയാണ്, അവളെന്താ ഇതുവരെ വരാത്ത, ഇവിടേക്കല്ലേ വരാമെന്ന് പറഞ്ഞിരുന്നേ, ഇന്ന് സോറി പറയാമെന്ന് പറഞ്ഞതാണല്ലോ, ഇനി ചിലപ്പോൾ ലില്ലി എന്നോട് നുണ പറഞ്ഞതായിരിക്കുമോ, ഇപ്പം തന്നെ 1 മണിക്കൂർ ലേറ്റായി, ഇനി ഞാൻ എന്താ ചെയ്യുക, പോവാ എന്ന് പറഞ്ഞ് അവൻ എണീറ്റ് പോവാൻ നോക്കുമ്പോൾ ബാക്കിൽ സിയാറാം വീൽ ചെയറിൽ ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്നുണ്ട്. സിയോറാമിനെ കാണുമ്പോൾ തന്നെ അവിടെ ഒരു മ്യൂസിക്കൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് സിയോറാം യാൻഫെയും കൂടി ഫേസ് ടു ഫേസ് ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ സിയാറ ഇത്തിരി ഗൗരവത്തിൽ തന്നെ ചോദിക്കുകയാണ്, നീ എന്താ എന്നോട് വരണമെന്ന് പറഞ്ഞേ, എന്താ കാര്യം എന്ന് ദേഷ്യത്തോടുകൂടി ചോദിക്കുമ്പോൾ യാൻഫെ പറയാണ്, എല്ലാം നിൻ്റെ സിസ്റ്റർ അപ്പോൾ കാര്യമൊന്നും പറഞ്ഞില്ലേ, ഞാൻ നിന്നോട് വരണമെന്ന് പറഞ്ഞാൽ നീ എന്നോട് സോറി പറയാനായിട്ട് അതിനാ എന്ന് പറയുമ്പോൾ സിയാറ പറയണം, ഓ ശരിയാ സോറി പറയാനല്ലേ, ഞാൻ ചെയ്തതൊക്കെ തെറ്റായിപ്പോയി, നീ എന്നോട് ക്ഷമിക്കണം യാൻഫൈ, നീ കോൺട്രാക്റ്റിൽ ഒന്ന് സൈൻ ചെയ്യണം എന്ന് പറഞ്ഞ് സിയാറാം ആ കോൺട്രാക്റ്റ് എടുത്ത് യാൻഫൈക്ക് നേരെ നീട്ടുമ്പോൾ യാൻഫൈ അവൻ ഭയങ്കരമായിട്ട് ചിരിച്ചിട്ട്, സിയാറാം നീ പറഞ്ഞു ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരൂലേ, ഞാൻ ഇതൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ സൈൻ ചെയ്യാനായിട്ട് പേപ്പർ ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കലേ ഒരു ഗ്ലാസ്സിൽ അവിടെ സൈഡിലായി വെച്ചിരിക്കുന്ന വെള്ളം എടുത്തിട്ട് സിയാറാൻ്റെ മേത്ത് കൊഴിക്കുകയാണ്. ഇനി നിന്നായിട്ട് ഒരു കൂട്ടുമില്ല, നീ ഇനി എൻ്റെ ഫ്രണ്ടും അല്ല, എന്നെ പറ്റിക്കുന്ന ഒരാളെ എൻ്റെ ഫ്രണ്ടായിട്ടിരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് യാൻഫൈ ഇങ്ങനെ തല്ലടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലില്ലി അവൻ്റെ അടുത്ത് കോടി വന്നിട്ട്, എടാ എന്തിനാണ്ട് എൻ്റെ അവസ്ഥ
അതുകൊണ്ടല്ലേ ഞാനിങ്ങനെയൊക്കെ ചെയ്യണം, അവളെ വിളിച്ചിട്ട് വരുന്നില്ല, അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ വരേണ്ട വന്ന് എന്നൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ ലില്ലിക്ക് ഒരു കോൾ വരുന്നുണ്ട്. അത് അറ്റൻഡ് ചെയ്തിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് പറയുന്നത് കേട്ട് നിന്നിട്ട് അവൾ ചോദിക്കുകയാണ്, എന്താ എൻ്റെ സിസ്റ്റർക്ക് ആക്സിഡൻ്റ് ആയിരുന്നോ എന്ന് പറയുന്നുണ്ട്. അവിടെ സീൻ കട്ടായി. പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലിൽ സിയാറാൻ കിടക്കുന്ന റൂമിലേക്ക് ആദ്യം ഓടിച്ചെല്ലുന്നത് ആൻഫി ആയിരുന്നു. അവൻ ഓടി പഴഞ്ഞ് സിയാറാൻ കിടക്കുന്നതിൻ്റെ അടുത്തേക്ക് വന്നിട്ട് സിയാറാനെ ചീത്ത പറയാണ്, നീ എന്ത് പണിയായി കാണിച്ച്, കുറച്ച് ദിവസം ആയിട്ടുള്ളൂ പോയിട്ട്, അപ്പോൾ തന്നെ നിനക്ക് വയ്യാണ്ടായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സിയാറാൻ പറയാണ്, അത് പെട്ടെന്ന് ഞാൻ മുകളിലേക്ക് ഒരു സാധനം എടുക്കാൻ പോയപ്പോൾ പെട്ടെന്ന് വീണതാ, കുഴപ്പമൊന്നുമില്ല, നീ ടെൻഷൻ അടിക്കുന്ന അത്ര കുഴപ്പമൊന്നുമില്ല, മരുന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അത് മാറുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ആൻഫെ സിയാറാൻ ഇങ്ങനെ നോക്കി വെച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ലില്ലി അങ്ങോട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ ഇവരുടെ മിങ്കിളിങ് കണ്ടിട്ട് അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് നടക്കട്ടെ നടക്കട്ടെ എന്ന് പറഞ്ഞാൽ റൂമിലേക്ക് കയറാതെ സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പോഴാണ് ലില്ലിക്ക് ഒരു കോൾ വരുന്നത്. ഓഫീസിൽ നിന്ന് അർജൻറ്റായിട്ട് ലെമൺ കമ്പനിയിൽ നിന്ന് അർജൻറ്റായിട്ടാണ് ഒരു കോൾ വരുന്നത്. അപ്പോൾ സിയാറാനോട് ബായ് ഒക്കെ പറഞ്ഞ് ലില്ലി അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ സിയാറാനെയും കൂട്ടിക്കൊണ്ട് അവളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ വീൽ ചെയറിൽ നിന്ന് അവളെ പൊക്കി സോഫയിലൊക്കെ ഇരുത്തുന്നു. സോഫയിൽ ഇരുത്തിയിട്ട് അവൻ അവളുടെ എടുത്തിരിക്കുമ്പോൾ അവൻ കയറിയിരിക്കുന്ന റിമോട്ടിൻ്റെ മുകളിലാണ്. അപ്പോൾ അവനത് നോക്കിയിട്ട് സിയാറാനെ നന്നായി നോക്കുന്നുണ്ട്. കാരണം എല്ലാത്തിൻ്റെയും സ്ഥാനം തെറ്റി കിടക്കാണ്. ഇപ്പം ഒന്നും വെച്ചുകൊടുത്ത് ഒന്നും ഇരിക്കുന്നില്ല, അവിടെ ഇവിടെയൊക്കെ പരന്നിരിക്കുന്നു. അത് കണ്ടിട്ട് ആൻഫെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട്, ഇവിടെ എന്തായി കാണണം, ആകെ വൃത്തിയേടായി കിടക്കാണല്ലോ, ഞാൻ ഇത്തിരി ദിവസമല്ല പോയിട്ട് എന്നിട്ടും ഇവിടെ ഇങ്ങനെ വൃത്തിയേടായിക്കണം എന്നൊക്കെ ചോദിച്ച് അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ അവനൊരു നൂഡിൽസ് പാക്കറ്റ് കാണുന്നുണ്ട്. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, അവളുടെ ആരോഗ്യം നോക്കുന്നില്ല, വെറുതെ ഇങ്ങനെ കണ്ണും കണ്ടതൊക്കെ കഴിക്കുന്നു എന്ന് പറഞ്ഞ് ചീത്തൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സിയാറാൻ അവനോട് താങ്ക് യു പറയുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ അവൾ ഇത്ര നന്നായിട്ട് നോക്കണില്ലേ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആൻഫെ ഒരു നിമിഷം ഒന്ന് സ്റ്റെക്കായി നിൽക്കുകയാണ്. കാരണം ഇതുവരെ ഇത്ര നാളായിട്ട് ആൻഫെയോട് സോറി എന്നൊരു വേർഡേ പറഞ്ഞിട്ടില്ല. അപ്പോൾ അവൻ അങ്ങനെ, അതെൻ്റെ കടമയല്ല, ഞാനല്ല നിന്നെ നോക്കണ്ടേ, ഈ ലോകത്തെ ഏറ്റവും നന്നായി നിന്നെ നോക്കാനുള്ള അവകാശം എനിക്ക് മാത്രമുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ സിയാറാം ഒരു നിമിഷം മിണ്ടാണ്ടിന്നിട്ട് പിന്നെ പറയാണ് സോറി എന്ന് പറയുന്നു. ഞാൻ നിന്നോട് ചെയ്തതൊക്കെ തെറ്റാണ്, നീ എന്നോട് ക്ഷമിക്കണമെന്ന് സിയാറാം ആൻഫിനോട് പറയും. അവൻക്ക് ആകെ സങ്കടമാവും. കാരണം സിയാറാം ഇങ്ങനെ ആരുടെ മുന്നിൽ താഴ്ന്നു കൊടുക്കുന്ന പ്രകൃതി അല്ലല്ലോ, സന്തോഷവും സങ്കടവും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഫീലിംഗ് ആണ്. അപ്പോൾ ആൻഫെ സുഹാനെ കുറിച്ച് പറയുന്നുണ്ട്, അവന് നിന്നെ വിഷമിപ്പിക്കാൻ മാത്രമല്ല നോക്കിയിട്ടുള്ളൂ, അവൻ കാരണം നീ എപ്പോഴും കരച്ചിലല്ലേ, അത് കാരണം നിന്നോട് ഞാൻ അവൻ്റെ ഒപ്പം പോണ്ടെന്നൊക്കെ പറയുന്നതെന്ന് പറയുമ്പോൾ സിയാറാൻ പറയാം, ശരിക്കും എൻ്റെ കഥ നിനക്ക് അറിയില്ല, ഞങ്ങളുടെ രണ്ടുപേരും സ്റ്റോറിയിൽ വിക്ടിം അവനാന്ന് പറയുന്നു, അതായത് അവൻക്കാണ് നഷ്ടങ്ങളൊക്കെ എനിക്കല്ല എന്ന് സിയാറാൻ പറയുന്നു. അങ്ങനെ അവളൊരു ഫ്ലാഷ് ബാക്ക് ആൻഫിനോട് പറയാണ്. അതെന്താണ് സുഹാനും കൂടി കോളേജ് ടൈമിൽ ഒന്നിച്ചായിരുന്നു, അവർ ഭയങ്കര ഇഷ്ടമായിരുന്നു, അവർ കൂടുള്ള ടൈമൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്നു. അങ്ങനെ അവർ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും അവരുടേതായിട്ടുള്ള ഡ്യൂട്ടിക്ക് പോകലോ. സുഹാൻ പെയിൻറ്റിങ്ങിനോടായിരുന്നു താല്പര്യം. അങ്ങനെ സിയാറാൻ്റെ നാട്ടിൽ തന്നെ ഒരു നല്ല കമ്പനിയിൽ അവൾ ആഗ്രഹിച്ച പോലെ അവൾക്കൊരു ജോലിയുടെ ഓഫർ കിട്ടാണ്. അപ്പോൾ അവൾ സന്തോഷത്തോടുകൂടി അതൊക്കെ സുഹാനോട് പറയുമ്പോൾ സുഹാന് അവൻക്ക് എബ്രോഡ് പോയിട്ടുണ്ടെങ്കിൽ അവനക്ക് പെയിൻറ്റിങ്ങിനുള്ള എന്തോ ഒരു സെലക്ഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെന്ന് വെച്ചാൽ സിയാറാമും സുഹാനും പിരിയണം, രണ്ടുപേരും രണ്ടിടത്ത് നിൽക്കണ്ടേ. സിയാറാൻ എന്ന് വെച്ചാൽ അവളുടെ കരിയറാണ് വലുത്. സുഹാനോട് നമുക്ക് ബ്രേക്കപ്പ് ആവാന്നൊക്കെ പറയുമ്പോൾ സുഹാൻ പറയാണ്, ബ്രേക്കപ്പ് ആവാന്നൊക്കെ എന്തിനാ പറയണം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ എബ്രോഡ് പോണില്ലെങ്കിലോ അതല്ല നല്ലത് എന്ന് ചോദിക്കുമ്പോൾ സിയാറാൻ സന്തോഷത്തോടുകൂടി അവൻ്റെ കയ്യിലൊക്കെ കയറി പിടിച്ചിട്ട്, നീ ശരിക്കും പോണില്ലേ, താങ്ക് യു, ഞാൻ ഇതെങ്ങനെ നിന്നോട് പറയാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവനോട് കുറേ താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. കാരണം എബ്രോഡ് പോവാത്ത കാരണം, അതായത് സിയാറാന് വേണ്ടിയിട്ട് അവനക്ക് വന്ന വലിയൊരു ഓഫർ അവൻ വേണ്ടാന്ന് വെച്ചേക്കാണ്. പക്ഷെ കുറേ നാളങ്ങനെ കഴിയും തോറും സുഹാന് ആകെ പട്ടിണി പരിവട്ടം ആവണം. കാരണം അവൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. അവനക്ക് അറിയാവുന്ന അയാൾക്കൊരു ജോലി എന്ന് വെച്ചാൽ പെയിൻറ്റിങ്ങാണ്. അവൻ്റെ പെയിൻറ്റിംഗ് ഒന്നും വിറ്റ് പോയിട്ടില്ല, അത് വന്ന് എടുത്തുകൊണ്ട് പൊക്കോ എന്ന് പറഞ്ഞിട്ട് കുറേ സ്റ്റുഡിയോ ഒന്ന് ആൾക്കാരും വിളിക്കുന്നുണ്ട്. അങ്ങനെ സുഹാൻ ആകെ പ്രാന്ത് വന്നിരിക്കും. അവനക്കൊരു സ്റ്റുഡിയോ തുടങ്ങാനായിട്ട് പൈസക്ക് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ആ പൈസ ലാൻ്റെ കയ്യിൽ നിന്ന് സിയാറാം അവനക്ക് വാങ്ങിക്കൊടുത്തിരുന്നു. പക്ഷേ ലായും സിയാറാനും തമ്മിൽ ഒരു കരാറുണ്ടായിരുന്നു, അതാണ് ഈ ഫേക്ക് പ്രണയം. ഈ ഡ്രാമയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നല്ലോ സിയാറാമും ലായും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്. പക്ഷെ അത് അവർ അഭിനയിക്കുന്നതാണെന്നും പറഞ്ഞിട്ടുണ്ട്. അത് അഭിനയിക്കാനുള്ള കാരണമാണ് ഈ പറയുന്നത്. സിയാറാമും ലായും തമ്മിൽ പ്രണയമാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പേരാവുമല്ലോ. അപ്പോൾ ലാൻ്റെ കമ്പനിക്ക് നല്ലൊരു പേരും പബ്ലിസിറ്റിയും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ലയ പ്രണയ നാടകം അഭിനയിക്കാൻ പറയുന്നത്. സിയാറാം എന്ന് വെച്ചാൽ ലാൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസയും വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് അതിന് അഭിനയിക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് സിയാറാന് ലയനോട് ഇത്തിരി ദേഷ്യമൊക്കെ ഉള്ളത് കേട്ടോ. കാരണം ഇങ്ങനെ പൈസ കൊടുത്ത് പ്രേമം അഭിനയിക്കാനൊക്കെ കാശ് കൊടുക്കുന്ന ആളല്ലേ, അതുകൊണ്ടാണ് സിയാറാന് ലയനോട് ഇത്തിരി ദേഷ്യമൊക്കെ ഉള്ളത്. പക്ഷെ ഇതറിഞ്ഞ സുഹാന് അത്ര ദേഷ്യമില്ല, അല്ലേ, അപ്പം അങ്ങനെ ദേഹിക്കില്ലല്ലോ. അങ്ങനെ ന്യൂസിലും എല്ലാത്തിലും ലയ സിയാറാൻ തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ള
വാർത്ത പരുന്നതോടുകൂടി സുഹാന് ആകെ ദേഷ്യം വന്നിട്ട് സിയാറാനോട് പറയാണ് ഇപ്പം എന്തിനാ ലാൻഡ് ചെയ്യുന്ന അങ്ങനെ പൈസ വാങ്ങി അങ്ങനത്തെ ഒരു ജീവിതം എനിക്ക് ജീവിക്കാൻ വേണ്ട, എനിക്ക് മടുത്തു എന്നൊക്കെ പറഞ്ഞ് അവൻ ദേഷ്യത്തിൽ ബ്രേക്കപ്പ് ആവാന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. ഇതാണ് ഈ ഫ്ലാഷ് ബാക്ക്. ഇതൊക്കെ യാൻഫൈനോട് സിയാറാൻ പറഞ്ഞിട്ട് അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യാൻഫൈ അവളുടെ അടുത്ത് വന്നിട്ട് അവൾ നന്നായി സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് യാൻഫൈ പറയാണ് ഇതിലിപ്പോൾ രണ്ടുപേരും കുറ്റക്കാരല്ല, പിന്നെ നീയും വിഷമിക്കേണ്ട കാര്യമില്ല, നീ എന്താ കുറ്റം ചെയ്തേക്കണേ, അവൻ്റെ ലൈഫ് അവൻ തന്നെ തീരുമാനിച്ചതല്ലേ, അതിന് നീ ഒന്നും കുറ്റക്കാരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പറയാണ് സുഹാനോടൊരു താങ്ക്സ് ഉണ്ട്, കാരണം അവൻ നിന്നെ ബ്രേക്കപ്പ് ചെയ്ത് പോയോണ്ടല്ലേ എനിക്ക് നിന്നെ കിട്ടിയേ എന്നൊക്കെ പറഞ്ഞ് സിയാറാൻ്റെ നെറ്റത്ത് യാൻഫൈ ഒരു ഉമ്മൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സിയാറാൻ പറയാണ് എനിക്ക് ഇത്ര നാളും ഒരു കംഫർട്ടായിട്ട് തോന്നിയിരുന്നില്ല, ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം മുതൽ ഞാൻ ഇത് ആസ്വദിക്കുന്നുണ്ട്, എനിക്കിത് ഭയങ്കര കംഫർട്ടായിട്ട് തോന്നുന്നുണ്ട്, ഞാനിത് ഇഷ്ടപ്പെട്ട് തുടങ്ങിയെന്നൊക്കെ സിയാറാം യാൻഫൈനോട് പറയുമ്പോൾ യാൻഫൈ ഭയങ്കര സന്തോഷത്തിൽ താങ്ക് യു, നീ ഇത് ഇപ്പോഴെങ്കിലും എന്നോട് പറഞ്ഞല്ലോ, എനിക്ക് നല്ല സന്തോഷമുണ്ടെന്നൊക്കെ പറയുന്നു. ലെമൺ കമ്പനിയിൽ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ലില്ലിയും കൂടി എങ്ങോട്ട് പോകാനായിട്ട് കാറിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കല്ലേ ലില്ലി പറയുന്നുണ്ട് എനിക്കിന്ന് സിസ്റ്ററിൻ്റെ അടുത്ത് നിൽക്കണം, കാരണം അവൾക്കിന്ന് വയ്യാണ്ടായിക്കിടത്, അപ്പം ഞാൻ എന്തായാലും അവിടെ നിൽക്കൂട്ടാന്ന് ലാനോട് പറയുമ്പോൾ ല പറയാണ് അങ്ങനെ വേണ്ട, ഞാൻ നിന്നെ അവിടെ കൊണ്ടുവന്നാക്കി തരാം, എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് തിരിച്ചു പോന്നാൽ പോരെ, നീ അവിടെ നിൽക്കണ്ടെന്ന് പറയുമ്പോൾ ലില്ലി പറയാണ് അത് ശരിയാവില്ല, നിന്നെ അവിടെ കൊണ്ടുപോയാൽ സിസ്റ്റർ എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും എനിക്കറിയില്ല, അതിന് നീ വരണ്ട, എന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇറക്കിയാൽ മതി എന്ന് പറഞ്ഞ് രണ്ടുപേരും കാറിൽ കയറാൻ പോകുമ്പോൾ പെട്ടെന്ന് എവിടുന്നോ ആ സീനിയർ ഓടിപ്പടഞ്ഞ് വരുന്നുണ്ട്. സീനിയർ വന്നിട്ട് ലില്ലിനെ പോലും നോക്കാതെ അവളുടെ സൈഡിൽ കൂടെ കിടന്ന് കാറിൽ കയറിയിരിക്കുന്നുണ്ട്. എന്നിട്ട് ലേനോട് പറയാണ് എനിക്കിപ്പോൾ റൈഡിന് പോകാൻ തോന്നുന്നുണ്ട്, നീ വേഗം എന്നോട് റൈഡിന് കൊണ്ടുപോയേ എന്ന് പറയുമ്പോൾ അവൾ അന്തം വിട്ട് നോക്കിക്കാട്. ലില്ലിയാണെന്ന് വെച്ചാൽ ദേഷ്യം വന്നിട്ട് അവളെ തന്നെ തുറപ്പിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ ലില്ലി പറയാണ് അയ്യോ അത് പറ്റൂലല്ലോ, ഇന്ന് എൻ്റെ ഒപ്പം മിസ്റ്റർ എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ ഡിന്നർ കഴിക്കാമെന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അവരെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണമെന്ന് ലില്ലി പറയുമ്പോൾ സീനിയർ പറയാണ് ഓ സോറി, ഞാൻ ആക്ച്വലി ഒരു ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ എത്തിയിട്ടുണ്ടെന്ന് ഞാൻ അങ്ങനെ പൊക്കോണ്ടെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ലില്ലിയുടെ മുഖം കടന്നലും കുത്തിയ പോലെ ഇരുന്നിട്ട് അവൾ വേഗം ആ സീറ്റിൽ കയറിയിരുന്ന് അവിടെയൊക്കെ സ്പ്രേ ധരിച്ച് ശുദ്ധാക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ പിന്നെ എൻ്റെ സീറ്റിൽ വന്നിരുന്നാൽ ഞാനത് വൃത്തിയാക്കണ്ടേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ കാറിൻ്റെ ബാക്കിൽ നിന്ന് ഒരു പില്ലോ പോലത്തെ ഒരു സാധനം എടുത്തിട്ട് ലില്ലിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അതിലെന്താ എഴുതിയേക്കുന്നതെന്ന് വെച്ചാൽ മൈ ഗേൾ ഫ്രണ്ട് സീറ്റ്, എൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ സീറ്റാണ് എഴുതിയേക്കണേ. അപ്പോൾ ലില്ലി ഭയങ്കര ചിരിച്ചിട്ട് ഭയങ്കര സന്തോഷത്തോടെ ഒരു ലൈനോട് ചോദിക്കുന്നുണ്ട് ഇത് നീ എപ്പോഴാണ് വാങ്ങിയെന്ന് ചോദിക്കുമ്പോൾ പറയാണ് ഇത് ദേ ഇന്നാ വാങ്ങി, ഇപ്പം എൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ സീറ്റിൽ ആരും കയറി ഇരുന്നിട്ട് അവൾക്ക് ദേഷ്യം വരണ്ട എന്ന് വിചാരിച്ച് വാങ്ങിയതാന്ന് പറയുന്നു. എന്നിട്ടില്ലേ അവളുടെ അടുത്തേക്ക് വന്നിട്ട് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അവളുടെ കണ്ണിലേക്ക് തന്നെ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് കുറച്ച് നേരം റൊമാൻസ് ഒക്കെ കാട്ടിയിട്ട് അവരവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് സിയാറാൻ്റെ വീട്ടിലാണ്. സിയാറാം ഒരു സോഫയിലിരിക്കുന്നു, ഒരു സോഫയിലിരിക്കുന്നു. യാൻഫൈ ലില്ലിനെ അവിടെ കാണുന്നില്ല കേട്ടോ. സിയാറാം കൈ കെട്ടിയിട്ട് അവനെ നോക്കി കണ്ണുറപ്പിച്ചുകൊണ്ടിരിക്കുക അവനോടുള്ള ദേഷ്യം കൊണ്ട്. ആണെങ്കിൽ അവളെ നോക്കി ചിരിക്കുന്നുണ്ടെങ്കിലും ഇവളുടെ പ്രതികരണം ഒന്നും കാണാണ്ടായപ്പോൾ ചമ്മിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ലില്ലി കിച്ചണിൽ നിന്ന് ഓടി വന്നിട്ട് പറയാണ് ഫുഡൊക്കെ റെഡിയാണ്, വായ നമുക്ക് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ലേനെ പിടിച്ച് വലിക്കുമ്പോൾ സിയാറാം പറയാണ് എനിക്ക് വേണ്ട, ഞാൻ കോവർക്കേഴ്സിൻ്റെ ഒപ്പം എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നവരൊപ്പം വർക്കില്ലാത്ത ടൈമിലിരുന്ന് ഫുഡ് കഴിക്കാറില്ല, അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറയുന്നു. അപ്പോൾ ലേ പറയണ ഓ അതിന് ഞാനിപ്പോൾ കോവർക്കർ അല്ലല്ലോ, ഞാൻ ലില്ലിയുടെ ബോയ് ഫ്രണ്ടാ എന്ന് പറയുന്നു. അപ്പോൾ സിയാറാം പറയാണ് ലില്ലിക്ക് അങ്ങനെ ബോയ് ഫ്രണ്ട് ഉണ്ടാവണേ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ലില്ലി അവിടെ നിന്ന് അവരുടെ തർക്കം മാറ്റാനായിട്ട് എനിക്ക് വിശക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ യാൻഫൈ കിച്ചണിൽ നിന്ന് ഓടി വന്നിട്ട് അവൻ്റെ കയ്യിലൊരു പ്ലേറ്റ് ഉണ്ട്, അതിൽ നിറച്ച് ലെഗ് പീസും ഉണ്ട്, KFC ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടൊന്ന് ടേബിളിൽ വെച്ചിട്ട് ലേഖനിലേക്ക് നല്ല ഭാഗ്യമുണ്ട്, യാൻഫൈയുടെ ചിക്കൻ കഴിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവനെ തന്നെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ലൈവ് സിയാറാമും ഇങ്ങനെ രണ്ടുപേരും കീരിയും പാമ്പും പോലെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലില്ലി ഒരു ലെഗ് പീസ് എടുത്തിട്ട് സിയാറാമിന് നേരെ നീട്ടിയിട്ട് സിസ്റ്റർ നിങ്ങൾ ഇത് കഴിക്കി എന്ന് പറഞ്ഞിട്ട് നീട്ടുമ്പോൾ സിയാറാം പറയുന്നുണ്ട് എനിക്കൊന്നും വേണ്ട, ഈ ചിക്കനൊന്നും കഴിക്കാൻ പാടില്ല. അപ്പം ലേക്ക് കുശുമ്പായിട്ടാണെന്ന് തോന്നുന്നു അല്ലേ പറയുന്നുണ്ട് ലില്ലി എനിക്ക് ചിക്കൻ കഴിക്കണം എന്ന് പറയുമ്പോൾ പേര് വെറുതെ പറയാണ് ചിക്കനല്ല ഫ്രണ്ടിലിരിക്കണേ എടുത്ത് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ലില്ലി സിയാറാനെ പറയാണ് സിസ്റ്റർ കഴിക്കി എന്ന് പറഞ്ഞ് സിയാറാനെ കൊടുക്കാൻ നോക്കുകയാണ്. അപ്പം ലേ പറയാണ് അല്ല ലില്ലി എനിക്ക് നീ എടുത്ത് തരുന്ന ലെഗ് പീസ് അത് തിന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുമ്പോൾ ലില്ലി സിയാറാന് നീട്ടി ആ ലെഗ് പീസ് നേരെ തിരിച്ച് ലേക്ക് നീട്ടുന്നു. അത് കണ്ടിട്ട് സിയാറാന് ദേഷ്യം വരുന്നു. അപ്പോൾ യാൻഫൈ അതിൻ്റെ ഇടയിൽ എൻ്റെ ബേബിക്ക് ഞാൻ ലെഗ് പീസ് എടുത്തോണ്ടെന്ന് പറഞ്ഞ് അവരവരുടെ അടുത്ത് സിയാറാന് കൊടുക്കുന്നുണ്ടെങ്കിലും സിയാറാം അത് വാങ്ങുന്നില്ല, എനിക്ക് വേണ്ട എന്നാണ് പറയുന്നത്. പെട്ടെന്ന് ലില്ലിനെ കൊടുക്കാനായിട്ട് യാൻഫൈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അതെന്താന്ന് വെച്ചാൽ ലില്ലി കുറേ വെള്ളത്തിൽ ലായും സിയാറാമും വീണെന്ന് വിചാരിക്കും, അപ്പം നീ ആരെയാ രക്ഷിക്കാദ്യം എന്ന് യാൻഫൈ ചോദിക്കുമ്പോൾ ലില്ലി അവനെ നോക്കി പല്ലിറക്കിയിട്ട് നീ
നീ എന്തിനാണ് എനിക്കിട്ടിങ്ങനെ പണി തരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലില്ലി പറയാണ്, എൻ്റെ സിസ്റ്ററെ കോമ്പറ്റീഷനിലൊക്കെ ഫസ്റ്റ് ആയിരുന്നു സ്വിമ്മിങ്ങിന്, അതാണ് എൻ്റെ സിസ്റ്ററെ നീന്താൻ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എൻ്റെ സിസ്റ്റർ എന്നല്ല എന്നെ രക്ഷിച്ചോളൂ, അതിൽ ഞാനെന്തിനാണ് ഇടപെടണേ, സിസ്റ്ററല്ല അവിടെ കിടക്കുന്നത്, അവൾ എന്നെ രക്ഷിച്ചോളൂ എന്ന് പറയുമ്പോൾ സിയറ ചോദിക്കുക, എനിക്കിപ്പോൾ നീന്താൻ അറിയില്ലാന്ന് വിചാരിക്കും, അപ്പോൾ നീ ആരും രക്ഷിക്കും എന്ന് ചോദിക്കുമ്പോൾ ലില്ലി, എന്താ സിസ്റ്റർ നിങ്ങളിങ്ങനെ ചൈൽഡിഷ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കലാട്ടാ എന്ന് പറയുന്നു. അപ്പോൾ പറയാണ്, നീ പറ, നീ ആരെ രക്ഷിക്കുന്നു പറ എന്ന് പറയുന്നു. അതല്ലേ സോഫിയ തെണീറ്റിട്ട് പറയാണ്, സാരല്ലേ എനിക്ക് നീന്താൻ അറിയാലോ, ഞാൻ നീന്തി വന്നോണ്ട് നീ നിന്റെ സിസ്റ്ററിനെ തന്നെ രക്ഷിച്ചോ എന്ന് പറയുന്നു. അത് കേട്ടിട്ട് സിയോറാണ് വീണ്ടും ദേഷ്യം വരുന്നു. അപ്പോൾ ലില്ലി പറയാണ്, നിങ്ങൾ ശരിക്കും അണ്ടർസ്റ്റാൻഡിങ്ങാ, നിങ്ങൾ എന്നെ മനസ്സിലാക്കി കാര്യം ഡീൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ റൊമാൻസ് കാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ സിയോറ പറയാണ്, നിങ്ങളുടെ ലവ് തീരെ സഹിക്കാൻ പറ്റില്ല, എൻ്റെ മുന്നിലിരുന്ന് ഇങ്ങനൊന്നും കാണിക്കരുത് എന്ന് പറയുമ്പോൾ ലില്ലി വേഗം അവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആൻഫൈ പറയാണ്, ലില്ലി ബാ നമുക്ക് രണ്ടുപേർക്കും മറ്റേ കോൺട്രാക്റ്റിനെ കുറിച്ച് സംസാരിക്കുക, ഞാൻ സൈൻ ചെയ്ത് തരണ്ടേ നിനക്ക്, ബാ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും തോളി കൈയിട്ട് റൂമിലേക്ക് ഓടിപ്പോകുന്നു. അപ്പോൾ അവിടെ ലൈവ് സിയോറാമോ ഒറ്റയ്ക്കല്ലേ, അതിൻ്റെ ഇടയിൽ സിയോറാം പറയുന്നുണ്ട്, എൻ്റെ സിസ്റ്റർ അറിഞ്ഞാലോ നീ കരുതിക്കൂട്ടി അവളെ പ്രണയിക്കാൻ പ്രേരിപ്പിച്ചെന്നൊക്കെ, നീ ആദ്യമേ അവളെ ഫോളോ ചെയ്തിരുന്നു, ഇപ്പോൾ അവളെ എങ്ങോട്ട് പോകണമെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടെന്നൊക്കെ എൻ്റെ സിസ്റ്റർ അറിഞ്ഞാൽ എന്താവും എന്ന് ദേഷ്യത്തോടെ സിയോറ ചോദിക്കുമ്പോൾ ആദ്യം ഒന്ന് പേടിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവനൊന്ന് പുച്ഛിച്ച് ചിരിച്ചിട്ട് ആ ലെഗ് പീസ് കടിച്ച് തിന്നുന്നുണ്ട്. അങ്ങനെ ലില്ലിയും കൂടി തിരിച്ച് വീട്ടിൽ വന്നിട്ട് അവൻ ആ ഹാളിലുള്ള സോഫയിൽ ഇരിക്കുമ്പോൾ എനിക്ക് വേറെ ഒരു മൈൻഡും ഉണ്ടായിരുന്നില്ല. സിയോറാമ്മ പറഞ്ഞ കാര്യം മാത്രമായിരുന്നു ഓർമ്മയില്ല. അവനക്കത് ടെൻഷനായി കഴിഞ്ഞിരുന്നു. അവനിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന കണ്ടിട്ട് ലില്ലി അവൻ്റെ അടുത്തേക്ക് വന്നിട്ട്, എന്ത് പറ്റി, എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ തൊട്ട് ഇങ്ങനെയാണല്ലോ ഇരിക്കുന്നത്, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ പറയണം, ഞാൻ നിന്റെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് ആക്കിത്തരാം, നീ അവിടെ തന്നെ നിന്നോ എന്ന് പറയുമ്പോൾ ലില്ലി ചോദിക്കണം, കാര്യം എൻ്റെ സിസ്റ്റർ വല്ലതും പറഞ്ഞോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ലേ പറയാണ്, നിന്റെ സിസ്റ്റർ ഒന്നും പറഞ്ഞിട്ടൊന്നല്ല, അഥവാ നിന്റെ സിസ്റ്റർ നിന്നോട് പറയാണ് ഞാൻ നിന്നെ കരുതിക്കൂട്ടി പ്രണയിക്കാൻ പ്രേരിപ്പിച്ചതാണ്, ഞാൻ നിന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്നൊക്കെ സിസ്റ്റർ നിന്നോട് പറഞ്ഞാൽ നീ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ലില്ലി പറയാണ്, അതിനിപ്പോൾ എന്താ, നിനക്ക് എന്നോട് കൂടുതൽ ഇഷ്ടമുള്ളതല്ലേ നീ അങ്ങനെയൊക്കെ ചെയ്തത്, അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ലില്ലി എൻ്റെ കൈക്ക് നോക്കും, അതിൻ്റെ അടിയിൽ കൂട്ടുന്ന ബട്ടൺസ് കാണുന്നില്ല. അപ്പോൾ ലില്ലി ആ ബട്ടൺസൊക്കെ അവിടെ തിരയുന്നുണ്ടെങ്കിലും അത് കിട്ടുന്നില്ല. അപ്പോൾ ലേ പറയാണ്, അത് കുഴപ്പമില്ല, ബട്ടൺസ് ഒന്നും വേണ്ട എന്ന് പറയുമ്പോൾ ലില്ലി പറയുന്നത്, ഈ ഷർട്ട് നല്ല ഭംഗിയുണ്ട് ഇതിന് കിട്ടിയിട്ട് ബട്ടൺസ് വേണമെന്ന് പറഞ്ഞിട്ട് അവളുടെ ചവിട്ടിൽ നിന്ന് കമ്മലൂരി അത് ബട്ടൺസ് പോലെ അവനെ കയ്യിൽ കുത്തി കൊടുക്കുകയാണ്. അങ്ങനെ അവിടെ രണ്ടുപേരും നല്ല സ്നേഹത്തോടു കൂടി ഇരിക്കുന്നു. പിറ്റേ ദിവസം ലെമൺ കമ്പനിയിൽ ലില്ലി ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തേക്കാണ്. കേസ് മാത്രമേ ഉള്ളൂ കേട്ടോ, അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലില്ലി ആൻഫൈ സൈൻ ചെയ്ത് ആ കോൺട്രാക്ട് എടുത്തിട്ട് ടൺടടാ എന്ന് പറഞ്ഞിട്ട് ആ കോൺട്രാക്ട് ഇങ്ങനെ കറക്കി ആ ടാബ്ലിൽ വെക്കുന്നു. അപ്പോൾ എല്ലാവരും, ഭൈ സിയോറാം നിങ്ങൾ ഭയങ്കര സംഭവമാണ്, നിങ്ങൾ കോൺട്രാക്ട് ഒപ്പിടിപ്പിച്ചോ, അതും ആരുടെ സഹായം ഇല്ലാണ്ട് ഒപ്പിടിപ്പിച്ചോ എന്നൊക്കെ പറഞ്ഞ് സിയോറാം ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക. ആക്ച്വലി സിയോറാം അല്ല ലില്ലിയാണ്. പക്ഷേ സാന് മാത്രം ഒരു സന്തോഷമില്ല, കാരണം അവൻ്റെ ഒരു എഫർട്ട് കൂടെ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ സാൻ എണീറ്റ് നിന്നിട്ട് പറയുകയാണ്, ഈ ആൻഫൈ എന്ത് ഉത്തരവാദിത്തമില്ലാതെ ചെക്കനാ, എത്ര വേഗം ഒപ്പിട്ട് കൊടുത്തു, അവൻ്റെ 108 വഴികൾ ഞാൻ ആരിൽ പരീക്ഷ പറഞ്ഞുകൊണ്ടിരിക്കും. ലില്ലി പറയാണ്, നിന്നെ കൊണ്ടൊന്നും പറ്റില്ല, നീ അവിടെ റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞ് എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ടും സാനെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായി ചിരിക്കുന്നൊക്കെ ഉണ്ടേ. അപ്പോൾ സാൻ പറയണം, ഓക്കെ നീ കോൺട്രാക്റ്റ് സൈൻ ചെയ്യിപ്പിച്ചു, പക്ഷേ ഇത് ലോഞ്ച് ചെയ്യണ പ്രോസസ്സും എല്ലാം ഞാനാ ചെയ്യാൻ പോകുന്നത്, ഈ ഡ്രാമ ഞാനാ കോർഡിനേറ്റ് ചെയ്യാൻ പോകണേന്നൊക്കെ പറയുമ്പോൾ ലില്ലി അത് കേൾക്കാത്ത പോലെ എന്നിട്ട് നമുക്ക് എന്തൊരു പാർട്ടി ഉണ്ട്, അത് നമുക്ക് എൻജോയ് ചെയ്യണ്ടേ എന്നൊക്കെ പറയുന്നു. അപ്പോൾ സാം പറയണം, നീ ശരിക്കും എന്നെ കേൾക്കാത്ത പോലെ അഭിനയിക്കല്ലേ എന്ന് പറയുമ്പോൾ പിന്നെ ലില്ലി കേൾക്കുന്നില്ല. അവൾ പറയണം, എന്നാൽ വാ നമുക്ക് വേഗം പാർട്ടിക്കുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിച്ച് പോകുന്നു. അങ്ങനെ സാൻ അവിടെ നാണം കിടന്ന് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് സാൻ കമ്പനി തന്നെ ഒരു ഓഫീസ് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ 2 വർക്കേഴ്സ് ഇരുന്ന് പറയാനും സാനും എങ്ങനെയാലേ ബ്രദറായ സംഭവം ലേനെ അഡോപ്റ്റ് ചെയ്തതാണ്. ഇവർ രണ്ടുപേരും വളർന്നത് ഒരേ ബാക്ക്ഗ്രൗണ്ടിലല്ലേ, ഒരേ ഫാമിലിയിലല്ലേ, എന്നിട്ട് ഇവരുടെ സ്വഭാവം എന്ത് ഡിഫറൻസ്. സാനാണെന്ന് വെച്ചാൽ ഒരു മന്ദബുദ്ധിയാണ്, അവനെ കൊണ്ടൊന്നും പറ്റൂല. അവൻ്റെ ബ്രദർ ആയതുകൊണ്ട് മാത്രം അവനിങ്ങനെ പിടിച്ചു നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു റിച്ച് ഫാമിലി ജനിച്ചാരണം അവൻ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ സാൻ അത് കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് അവരെ തല്ലാനായിട്ടാണെന്ന് തോന്നുന്നു അങ്ങോട്ടേക്ക് പോകുന്നുണ്ടെങ്കിലും ഡിങ് ഡോങ് വന്നിട്ട് അവനെ തടയുന്നു. എന്നിട്ട് ഡിങ് ഡോങ് വന്നിട്ട് അവരോട് പറയാണ്, നിങ്ങൾ വർക്ക് ചെയ്യാണ്ട് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ദേഷ്യത്തോട് പറയുമ്പോൾ അവർ വേഗം പേടിച്ചിട്ട് വാഷ് ചെയ്യുന്നുണ്ട്. കേട്ട് സാൻ അവിടെ നിന്നിരുന്നു. അങ്ങനെ സാന് ആകെ വിഷമായിട്ട് അവനവിടെ ഒരു ഓപ്പൺ പ്ലേസിൽ പോയി ഇരിക്കുമ്പോൾ ഡിങ് ഡോങ് അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. അവൾ ഓടി വന്നിട്ട് ഒരു കേക്ക് കൊടുക്കുന്നുണ്ട്. സാനോട് വന്നിട്ട് അത് കഴിച്ചോ എന്നൊക്കെ പറയുമ്പോൾ സാൻ പറയുകയാണ്, എനിക്കതൊന്നും വേണ്ട, ഒന്നും വേണ്ട, എല്ലാവരും എന്നോട് പൊട്ടനെ പോലെ കാണണമെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഡിങ് ഡോങ് പറയാണ്, എന്തിനാ വെറുതെ ഓരോരുത്തർ പറയുന്നത് നോക്കി നീ ഇങ്ങനെ ടെൻഷനാവണേ, അങ്ങനെ ചെയ്യുന്നവരാ മന്ദബുദ്ധികൾ, അവരെന്തെങ്കിലും പറയട്ടെ, അവർ വരും വർക്കേഴ്സാ, നീ അവിടെ തോന്നണം, അതുകൊണ്ട് നീ അത് മൈൻഡ് ചെയ്യാനൊന്നും നിൽക്കണ്ട എന്ന് പറയുന്നു. അത് കേട്ടിട്ട് സാനും, അത് ശരിയാ, അല്ലെങ്കിലും പട്ടി കുരയ്ക്കുന്ന കണ്ടിട്ട് സിംഹം പിന്നീ കോടൂലല്ലോ,
മുന്നിക്കല്ല. ഇനി വരാൻ പോകുന്ന ഡ്രാമ കോർഡിനേറ്റ് ചെയ്യാൻ പോണം ഞാനാ. അപ്പോൾ എൻ്റെ കഴിവ് എന്താണെന്ന് ഞാൻ തെളിയിച്ചുകൊണ്ടെന്നൊക്കെ സാൻ ഡിങ് ഡോങ്ങിനോട് പറയുന്നു. അങ്ങനെ ഡിങ് ഡോങ് ഏതോ മീഡിയക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് സാന് നമ്പർ കൊടുക്കുന്നുണ്ട്. ആദ്യം അവൻ അത് ചെറിയ വർക്കാണ്, ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഡിങ് ഡോങ് അവനെ കൺവിൻസ് ചെയ്തുകൊണ്ട് അവൻ അവിടേക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെ ആ മീഡിയക്ക് ഫോൺ ചെയ്ത് അവിടെ നിന്നുകൊണ്ട് തന്നെ പറയാം 9 മണിക്ക് ഈ ഡ്രാമയുടെ ലോഞ്ചിങ് പ്രോസസ്സാണ്, അപ്പോൾ എല്ലാ മീഡിയാസും വരണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഡിങ് ഡോങ് അവനെ നോക്കി ചിരിച്ചങ്ങനെ ഇരിക്കുന്നു. പിന്നെ അവിടെ സീൻ കട്ടായി കാണിക്കുന്നത് ആ ലോഞ്ചിങ് പ്രോസസ്സാണ്. പുതിയ ഡ്രാമ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഉദ്ഘാടന ചടങ്ങ് ഉണ്ടാവുമല്ലോ, അതാണ് കേട്ടോ നടക്കുന്നത്. എല്ലാവരും ഉണ്ടായിരുന്നു, യാൻഫേ ഉണ്ടായിരുന്നു. കാരണം യാൻഫയുടെ കഥ അല്ല ഇത്. ഇതിനു മുന്നേ ഒന്നും യാൻഫേ ഒരു ക്യാമറയുടെ ഫ്രണ്ടിലും വന്നിട്ടേ ഇല്ല. പക്ഷേ ഈ ഡ്രാമക്ക് ഇവൻ വരാമെന്ന് തീരുമാനിച്ചിരുന്നു. യാൻഫേനെ സ്റ്റേജിലേക്ക് ഒരു റൈറ്റർ എന്ന രീതിയിൽ വിളിക്കുന്നുണ്ട്. അങ്ങനെ യാൻഫേ അവൻ്റെ പേര് പറയുമ്പോൾ തന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് കൈയടിക്കുന്നുണ്ട്. അപ്പോൾ യാൻഫേ ഇങ്ങനെ പറയാണ്, എൻ്റെ പുതിയ പ്രൊജക്റ്റാണ്, എനിക്ക് വലിയൊരു കഥയാണെന്നൊക്കെ ഇവനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പെണ്ണ് അവിടെ നിന്ന് എണീറ്റിട്ട് ഇത് ഇവൻ്റെ കഥയല്ല, ഇവനിത് കോപ്പി അടിച്ച കഥയാണെന്ന് പറയുന്നു. അപ്പോൾ യാൻഫേയും എല്ലാവരും അവിടെ നെട്ടിത്തെറിച്ച് നിൽക്കുന്നു.